നല്ല സമയത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീക ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ പ്രിയ കർത്താവിൻ്റെ ദാസിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങളുടെ നടുവിൽ രഘുബോധവിനിശ്ചയോട് ചേർന്നുകൊണ്ട് കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ കർത്താവ് തന്ന വലിയ ഭാഗ്യത്തിനും പദവികൾക്കുമായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിൻ്റെ തികഞ്ഞ നിറവിലും ദൈവാശ്രയ ബോധത്തിലും വിവിധ സാഹചര്യത്തിനകത്തിരുന്ന് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തിൻ്റെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടി അറിയിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നടുവിൽ പറയുവാൻ പറഞ്ഞൊരു ദൈവിക സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വേഗത്തിൽ കൊണ്ടുവരികയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്കിന്ന് രാത്രിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ബൈബിളുള്ളവരൊക്കെ പുസ്തകം എടുക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരു അനുഗ്രഹമായിരിക്കും. അപ്പോസ്തല പ്രവർത്തന പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യമാണ്. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. വളരെ പരിചയവും പലതവണ നാം കേൾക്കുകയും ദൈവത്തിൻ്റെ ആലോചനകളൊക്കെ ശബ്ദമായി ശ്രവിക്കുകയും ചെയ്ത ഒരു ദൈവിക സന്ദേശമാണ്, ദൈവിക ദൂതാണ് ഇന്ന് രാത്രിയിലും വായിച്ച് കേൾക്കാനിടയായത്. ഒരു നിമിഷം ഒന്ന് ഈ വചനത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നാം പ്രസംഗിക്കുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. വചനം ദൈവമാണ്. ഞാൻ എപ്പോഴും ഇപ്രകാരം പറയാറുണ്ട്, പാട്ട് ദൈവമല്ല, പ്രാർത്ഥന ദൈവമല്ല, ആരാധന ദൈവമല്ല, കൈയുടെ ദൈവമല്ല, പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അത് ദൈവം തന്നെയാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ ആ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുന്ന വിഷയത്തിനകത്ത് കർത്താവേ, ഈ വചനം എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം, ഒരു രൂപാന്തരത്തിലേക്ക് എന്നെ എത്തിപ്പിക്കണം. സ്ഥിതികളെ മാറ്റുവാൻ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് കഴിയും എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വാസത്തോടെ ഒന്ന് കണ്ണടച്ച് ഒരു നിമിഷം നമ്മളെ തന്നെ ആ ദൈവകരത്തിലേക്കൊന്ന് സമർപ്പിക്കും. അധരങ്ങളെ തുറക്കാൻ കഴിയുന്നവർ അധരങ്ങൾ തുറക്കുക. അന്യഭാഷയുള്ളവർ അന്യഭാഷയിൽ ഒന്ന് അല്പസമയം ആ കർത്താവിൻ്റെ മഹത്വം കൊടുക്കുക. നിങ്ങൾ ആരാധിക്കുന്നത് സുജപാസ പ്രസംഗിക്കാൻ വേണ്ടിയല്ല, മറിച്ച് കർത്താവേ, എന്നോടുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തങ്ങൾ എൻ്റെ ജീവിതത്തിനകത്ത് ഇതുവരെ കേൾക്കാത്ത ദൈവത്തിൻ്റെ ആലോചനകൾ എൻ്റെ ചിന്തയ്ക്കും നിരൂപണങ്ങൾക്കും അപ്പുറത്തായിട്ട് ഇന്ന് രാത്രിയിൽ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരത്ഭുതം ചെയ്യണം എന്നുള്ള ആത്മഭാരം എത്ര പേർക്കുണ്ടോ അങ്ങനെ ഉള്ളവർ മാത്രം അതരങ്ങളെ തുറന്നു ഒന്ന് അല്പസമയം പ്രാർത്ഥിച്ചു. നിൻ്റെ ലൈഫിലെ ഇതുവരെ അനുഭവിക്കാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുചെന്ന് കാലി ചവിട്ടിപ്പിക്കുമെന്നുള്ളതിന് ഒരു സംശയം വേണ്ട. ഞാൻ വിശ്വസിക്കുന്നു, വചനം വെറുതെ അത് മടങ്ങി വരികയില്ല. വചനം വെറുതെ അത് മടങ്ങി വരത്തില്ല. വചനത്തിൻ്റെ സമയമാകുമ്പോൾ അത്ഭുതം ചെയ്യും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മാത്രം അതരം തുറന്നൊന്ന് പ്രാർത്ഥിച്ചോണ. യേശുവിൻ്റെ നാമത്തിൽ റീമാന ശന്തൽ പ്രൗഢ അർദ്ധന വേദപ്രബന്ധനം ജാനഘടകന്ധന വൈഡമാന ഘടകൽഖനം ദീപപ്രബന്ധന സോണി ജോഷി കർത്താവ് ഒരു പദം പറയുന്നു, നിരാശ വേണ്ട, നിരാശ വേണ്ട. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ മേഖലയ്ക്കകത്ത് അവൻ വൃക്ഷമായ പ്രത്യാശയുടെ വെട്ടിയാ പിന്നെ കിടക്കും എന്നുള്ള സാഹചര്യങ്ങൾ, വേദനിക്കുന്ന സാഹചര്യങ്ങൾ, സോണി ജോഷി നിന്ദിക്കുന്ന അനുഭവങ്ങൾ, തലകുനിപ്പിക്കപ്പെടുന്ന മേഖലകൾ നിനക്കെതിരെ ഒന്നായി കയറിയിറങ്ങി വരുമ്പോൾ 2026 3-ാമത്തെ മാസം 9-ാം തീയതി കർത്താവ് ഇടപെടുന്ന മകളെ, നിന്റെ സകല ആകുലതകൾ എടുത്തു മാറ്റിക്കൊണ്ട് നിന്റെ ചിന്തകൾക്ക് നിരൂപണങ്ങൾക്കും അപ്പുറത്തായിട്ട് തള്ളിക്കളഞ്ഞ കല്ല് കോണിന്റെ മൂലക്കല്ലായതുപോലെ
നിന്റെ ജീവിതത്തിനകത്ത് നിന്നെ പേരെടുത്ത് പേര് പറഞ്ഞ് മാനിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി വേഗത്തിൽ വെളിപ്പെടും കേട്ടോ. ഒരുപാട് ഭാരങ്ങൾ നിനക്കുണ്ട്, ഒരുപാട് വേദനിക്കുന്ന അനുഭവങ്ങൾ നിന്റെ പിറകെ നിപ്പുണ്ട്. എങ്ങനെയാകും പാസ്റ്റർ, ഈ കടല് മാറുമോ, ഈ യോർദാന്റെ അനുഭവം മാറുമോ, ഈ കലക്കം മാറുമോ, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് അടുത്ത സ്റ്റെപ്പ് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് എനിക്കറിയത്തില്ല എന്ന സ്വർഗം ഇങ്ങനെ ഇടപെടുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തിയെ നിന്റെ അനുകൂലമായ നിലവാരത്തിൽ വെളിപ്പെട്ടു വരത്തക്കവണ്ണം നിന്നെ പേരെടുത്ത് പേര് പറഞ്ഞ് മാനിക്കുന്ന എൻ്റെ കർത്താവിന്റെ പദ്ധതി വെളിപ്പെടും കേട്ടോ. കർത്താവ് ഈ പദം പറയും, പുതിയതൊന്നും ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. ബൈബിൾ ഇങ്ങനെ പറയുന്നു, യെശയ്യാവ് 43:18, മുമ്പുള്ളവയെ നീ ഓർക്കേണ്ട, പണ്ടുള്ളവയെ സോണിയോഷിന് നിരൂപിക്കുകയും വേണ്ട. യഹോവ നിനക്ക് പുതിയതൊന്ന് ചെയ്യും, അതിപ്പോൾ തന്നെ ഉത്ഭവിക്കുമെന്ന് ദൈവം ഇടപെടുന്നു. അർത്ഥം, എല്ലാ ചിന്തകളും മാറ്റിവെക്കുക, ദൈവത്തെ മാത്രം ഫോക്കസ് ചെയ്യുക. ഇതുപോലെ വിടിവിക്കാൻ കഴിയുന്ന വേറെ ദൈവം അത് സോണി ജോഷി ഇല്ലേ, ഇല്ല എന്ന് പറയുന്നത് പോലെ നിന്റെ സ്ഥിതിയെ മാറ്റുന്ന ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണെന്നും കൂടെ പരിശുദ്ധാത്മാവിനോട് ഇന്ന് രാത്രി ശക്തിയോടെ പ്രവചിച്ചു പറയാൻ പറയുന്നു. കർത്താവേ, വായിച്ച നല്ല വാക്യത്തിനായി സ്തോത്രം. അങ്ങയുടെ മക്കളോട് സംസാരിക്കണം, സകല മഹത്വവും കർത്താവ് എടുക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഉറക്കൊരു ആമേൻ കരമുയർത്തി പറയാമെന്ന രാത്രിയിൽ. ഹല്ലേലൂയ. രക്തം ജയം, രക്തത്താജയം. വളരെ പരിചയമുള്ളൊരു വേദവാക്യം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എന്നറിയപ്പെടുന്നതും അപ്പോസ്തല പ്രവൃത്തി എന്നു പറയുന്നതുമായ വിശുദ്ധ വേദപുസ്തകത്തിനകത്തുള്ള സഭാചരിത്രങ്ങളെ വളരെ വ്യക്തമായി വരച്ചു കാണിക്കുന്നതും സഭയുടെ ആരംഭം കുറിക്കുന്നതുമായ ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. നാം വായിച്ച വേദവാക്യം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യമാണ്. 1-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ്. യഹൂദന്മാരുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ 7 പ്രധാനപ്പെട്ട പെരുന്നാളുകൾ യഹൂദന്മാർക്കുണ്ട്. 7 പ്രധാനപ്പെട്ട പെരുന്നാൾ. 1-ാമത്തെ പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. 2-ാമത്തെ പെരുന്നാളാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. 3-ാമത്തെ പെരുന്നാളാണ് ആദ്യഫല പെരുന്നാൾ. 4-ാമത്തെ പെരുന്നാളിനാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. 5-ാമത്തെ പെരുന്നാളാണ് പാപ പരിഹാര പെരുന്നാൾ. 6-ാമത്തെ പെരുന്നാളാണ് കാഹള ധ്വനിയുടെ പെരുന്നാൾ. 7-ാമത്തെ പെരുന്നാളിനെ കുറിച്ച് ബൈബിളംഗത്ത് ഇപ്രകാരം കിടപ്പുണ്ട്. അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ കൂടാര പെരുന്നാൾ. കൂടാര പെരുന്നാൾ 7 പ്രധാനപ്പെട്ട പെരുന്നാൾ. ഇതിനകത്ത് നാം വായിക്കുന്ന വേദവാക്യവുമായി ബന്ധപ്പെട്ട് പെന്തക്കോസ്ത് പെരുന്നാളിനെ കുറിച്ചാണ് നാം വായിക്കുന്ന പശ്ചാത്തലം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യമാണ് ആ പെന്തക്കോസ്ത് പെരുന്നാളിനെ കുറിച്ച് വായിക്കുന്നത്. പക്ഷേ ഇന്ന് രാത്രിയിൽ എൻ്റെ ചിന്ത അങ്ങോട്ട് വരും. പക്ഷെങ്കിൽ ഈ 4-ാമത്തെ വാക്യമാണ് എൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് കുറിവാക്യമായി തന്നത്. എന്താ വായിച്ച വാക്യം എന്നറിയാമോ? നമുക്കറിയാം, സകല യഹൂദന്മാരുടെയും ഒരുപോലെയുള്ള തീരുമാനമായിരുന്നു യേശു കർത്താവിൻ്റെ കാൽവറിയിലെ മരണം അല്ലെങ്കിൽ ക്രൂശീകരണം. പക്ഷെ ഞാൻ പറയാം, ലോകത്തിലുള്ള സകല യഹൂദന്മാരും പ്ലാൻ ചെയ്യുമ്പോഴും വർഷങ്ങൾക്ക് പിറകിൽ പുത്രന്റെ മരണത്തെ മുന്നമേ കണ്ട ഒരു പിതാവാം ദൈവം സ്വർഗത്തിലുണ്ടെന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. അതുകൊണ്ടാകട്ടോ പല മതകോടതിക്കകത്തു നിന്നും യേശു കർത്താവിനെ കയറി ഇറങ്ങി വിചാരണ ചെയ്തിട്ടും അവസാനം പീലാത്തോസ് പറഞ്ഞ വാക്കിങ്ങനെയാണ്, ഇവനിൽ ഞാൻ യാതൊരു കുറ്റവും കണ്ടില്ല. എങ്കിലും ഇവനെ ക്രൂശിക്കുക എന്ന് ഓർഡർ കൊടുക്കണമെങ്കിൽ പീലാത്തോസേ, അത് നീ പറഞ്ഞ വാക്കല്ല, അത് നിന്നെ കൊണ്ട് സ്വർഗത്തില് ദൈവം പറയിപ്പിച്ചത്. കാരണം ദൈവം ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റം ഉണ്ടാകത്തില്ല. ഒന്ന് കരമുയർത്തി ഉറക്കെ ഒരു ആമേൻ പറയാം. ആൻസി ജേക്കബ്
പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ നിന്റെ കൂടാരത്തിനകത്തൊരു മറുപടി തന്നിരിക്കും. അർത്ഥം നമ്മുടെ സമയമല്ല, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നീ വെയിറ്റ് ചെയ്യുക. ഈ ദിവസങ്ങളിൽ തന്നെ നിന്റെ ചിന്തകൾക്ക് നിരൂപണങ്ങൾക്കും അപ്പുറത്തായിട്ട് ആൻസി ജേക്കബെ കരയുന്ന നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന സകല വിഷയത്തിനകത്ത് നിനക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യാൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. നീ അതുപോലെ ആമേ പറഞ്ഞ് ആ ദൈവ ശബ്ദത്തെ അതുപോലെ അങ്ങ് സ്വീകരിച്ചോണം. മടങ്ങി വരുന്ന മക്കളെ, നമുക്ക് 7 പ്രധാനപ്പെട്ട പെരുന്നാളുകൾ യഹൂദന്മാർക്കുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട പെരുന്നാളാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. ഇന്ന് രാത്രിയിൽ നമുക്കറിയാം പെന്തക്കോസ്തിൻ്റെ ആരംഭം തന്നെ അപ്പോസ്തല പ്രവൃത്തിയിലാണ് കിടക്കുന്നത്. പെന്തക്കോസ്തിൻ്റെ ആരംഭം, പരിശുദ്ധാത്മാവിൻ്റെ എൻട്രി അപ്പോസ്തല പ്രവൃത്തിക്കകത്താണ് കിടക്കുന്നത്. കാരണം ഹോളി സ്പിരിറ്റ് ഇല്ലാതെ, പരിശുദ്ധാത്മാവില്ലാതെ സഭ ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു പുസ്തകം കൂടെയാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം. അർത്ഥം, യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷമായിട്ട് 3-ാമത്തെ ദിവസം യേശു കർത്താവ് തന്നെ അടക്കിയ കല്ലറയെ തുറന്നു. അർത്ഥം, സകല ആൾക്കാരും, സകല യഹൂദന്മാരും ഒരുപോലെ യഹൂദന്മാരുടെ രാജാവ് എവിടെയെന്ന് ചോദിച്ച് കർത്താവിൻ്റെ മരണത്തെ ആഘോഷിച്ചു. ആ ആഘോഷം അതുപോലെ കണ്ട പട്ടണമാണ് യെരുശലേം. ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യൻ, നല്ല യൗവനക്കാരൻ, 33 തിരുവെഴുത്ത് വയസ്സ് മാത്രം പ്രായമുള്ള നല്ല യൗവനക്കാരൻ, സർവാംഗ സുന്ദരനായ മനുഷ്യൻ, നമ്മളെ പോലെ ഒന്നുമല്ല കേട്ടോ, സർവാംഗ സുന്ദരനായ മനുഷ്യൻ. സ്തോത്രം. എന്നാൽ ആ മനുഷ്യന്റെ ജീവിതത്തിനകത്തും ഒരു പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്തും പാപം ചെയ്തില്ലെങ്കിലും പാപിയെ പോലെ, കുറ്റം ചെയ്തില്ലെങ്കിലും കുറ്റവാളിയെ പോലെ ആ 33.5 വയസ്സ് പ്രായമുള്ള കർത്താവിനെ ക്രൂശിക്കുകയാണ്. ഇത് കണ്ട പട്ടണമാണ് യെരുശലേം. കർത്താവിനെ അടക്കിയത് കണ്ട പട്ടണമാണ് യെരുശലേം പട്ടണം. തൻ്റെ ശവക്കളറ അല്ലെങ്കിൽ സെമിത്തേരി വലിയ കരിങ്കൽ പാളുകൊണ്ട് അടയ്ക്കുന്നത് കണ്ട ആൾക്കാരാണ് നമുക്കറിയാം ഈ പറയുന്ന യെരുശലേമുള്ള ആൾക്കാർ. ചുരുക്കി ഞാൻ പറയട്ടെ, യേശു എന്ന് പറയുന്ന ആളിവിടെ തീർന്നു എന്ന് പറയുന്നിടത്താണ് ആ കല്ലറ തുറന്ന് യേശു പുറത്ത് വരുവാനിടയായത്. ഞാൻ അവിടെ നിന്നൊരു ദൂത് കൈമാറാൻ കേട്ടോ. എല്ലാ പ്രതീക്ഷയും അവസാനിച്ചു എന്ന് പറഞ്ഞ് ഭാരത്തോടെ ഇന്ന് രാത്രി ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഇന്ന് രാത്രിയിൽ നിന്റെ മുമ്പിൽ പ്രതീക്ഷിക്കാത്തൊരു വാതിൽ പരിശുദ്ധാത്മാവ് തുറക്കും. എനിക്കുറപ്പുണ്ട്, പ്രതീക്ഷിക്കാത്തൊരു വാതിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് തുറക്കും. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്ന ആരെങ്കിലും ഈ രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ നീ പ്രാർത്ഥിച്ചോ. നീ ചിന്തിക്കാത്തൊരു വാതിൽ, നീ പ്രതീക്ഷിക്കാത്തൊരു വാതിൽ ഇന്ന് രാത്രി എനിക്കും നിനക്കും വേണ്ടി എൻ്റെ ദൈവം തുറക്കുമെന്ന് പറഞ്ഞാൽ ആ ദൂതനെ വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരം ഉയർത്തിയോ കരം അടിച്ചോ, ആ ദൂതനെ അതുപോലെ അങ്ങ് സ്വീകരിച്ചോണം. റോമൻ ഇമ്പീരിയം മുദ്രയിട്ട് ലോക്ക് ചെയ്ത യേശുവിൻ്റെ കല്ലറ ഇനി ഇവൻ പുറത്തു വരികയില്ല എന്നുള്ള അടയാളമാണ് റോമൻ ഇമ്പീരിയം മുദ്ര. പക്ഷെ ഞാൻ പറയട്ടെ മക്കളെ, ദൈവത്തിന് എന്നെയും നിങ്ങളെയും പുറത്തു കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആരുണ്ട് ഒരു ആമേൻ പറഞ്ഞ് ആ ദൂതനെ കയറി പിടിക്കാൻ? ദൈവത്തിന് നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ ആ രാജ്യത്ത് മാനിക്കണമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ, ദൈവത്തിന് നിന്റെ തലമുറയെ ആ മണ്ണിൽ ഉയർത്തണമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ, ദൈവത്തിന് നിന്റെ തലമുറയെ ആ ബിസിനസ് മേഖലയ്ക്കകത്ത് വളർത്തണമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ, ദൈവത്തിന് നിന്റെ മക്കളെ ആ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് അത്ഭുതം ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ,
ലോകത്തിന്റെ ഏതൊക്കെ ശക്തികൾ അതിനെതിരെ തലപ്പൊക്കിയാലും ദൈവത്തിന്റെ സമയമാകുമ്പോൾ അവന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ ആത്മാവിൽ ആ ദൂതനെ സ്വീകരിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ശക്തിയോടെ പ്രാപിക്കാമെങ്കിൽ പ്രാപിച്ചു. ഇതുവരെ കാണാത്തത്, ഇതുവരെ ചിന്തിക്കാത്തത്, ഇതുവരെ നിരൂപിക്കാത്തത്, അതേ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചെയ്യാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന്. രക്തം ജയം യേശുവിൻ്റെ നാമത്തിൽ. പ്രതികൂലങ്ങളുണ്ടോ നിനക്ക്? പ്രയാസങ്ങളുണ്ടോ നിനക്ക്? വേദനയുണ്ടോ നിനക്ക്? ഭാരമുണ്ടോ നിനക്ക്? അതിന് നടുവില കർത്താവിൻ്റെ കര ഇറങ്ങുന്നേ. സ്തോത്രം. എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന് നമ്മളെപ്പോൾ പറയുന്നു, ആ സെക്കൻഡിൽ കർത്താവിൻ്റെ കരം വെളിപ്പെടും. ജെസ്സി ആൻറ്റി ശരിക്കും പ്രാർത്ഥിച്ചോ കേട്ടോ. പ്രതീക്ഷിക്കാത്തൊരു വാതിൽ കർത്താവ് തുറക്കും. നന്മ നീ കാണുകയെന്ന് പറഞ്ഞവരുടെ നടുവിൽ, നീ അവസാനിച്ചു എന്ന് പറഞ്ഞവരുടെ നടുവിൽ, ജെസ്സി ആൻറ്റി തീർന്നു എന്ന് പറഞ്ഞവരുടെ നടുവിൽ, ഇല്ല ആൻറ്റി തീരുകയല്ല, നീ ഒടുക്കുന്ന കണ്ണുനീര്, നീ അനുഭവിക്കുന്ന പെയിൻ, നീ കടന്നു പോകുന്ന തീച്ചൂള, നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാ. നിന്റെ ചിന്തകൾക്കും നിരൂപണങ്ങൾക്കും അപ്പുറത്തായിട്ട് ജെസ്സി ആൻറ്റി കർത്താവിനോട് പറയുന്നു, ഒരു പുതിയ തളിർപ്പ് പോലെ, ഒരു പുതിയ നാമ്പ് പൊട്ടിക്കിടക്കുന്നത് പോലെ മൂടിയിട്ട മേഖലയ്ക്കകത്ത് നിന്ന് നീ പൊട്ടിക്കിടക്കുന്ന മാസമായി 3-ാമത്തെ മാസം. തലമുറയോട് ബന്ധപ്പെട്ട് ഭാരത്തോടെ വേദനയോടെ നീ കരയുന്ന വിഷയത്തിനകത്ത് ദൈവം നിനക്ക് അനുകൂലമാണെന്ന് തെളിയിക്കുന്ന മാസമാണ് 3-ാമത്തെ മാസം. തീർന്നു, അവസാനിച്ചു, ഇല്ല 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 ഇല്ല. ഏതൊക്കെ എത്ര പ്രഗത്ഭന്മാർ എത്രത്തോളം ഇമ്പീര മുദ്ര കൊണ്ട് എൻ്റെ കർത്താവിൻ്റെ കല്ലറ അടച്ച് പൂട്ടിക്കോട്ടെ. ലോകം മൊത്തം തട്ടഹസിക്കുക, ലോകം മൊത്തം പരിഹസിക്കുക. ആൻറ്റി കളിയാക്കി ഒത്തിരി പേരില്ലേ, നിന്നിച്ച് ഒരുപാട് പേരില്ലേ, പരിഹസിച്ച ആൾക്കാർ ഒത്തിരി ഇല്ലേ. അവരുടെ നടുവിൽ ഒരിക്കലും അടയ്ക്കാൻ പറ്റാത്തൊരു വാതിൽ ജെസ്സി ആൻറ്റി കർത്താവ് തുറക്കും കേട്ടോ. ഒരിക്കലും ആർക്കും അടയ്ക്കാൻ പറ്റാത്തൊരു വാതിൽ. ഞാൻ അങ്ങനെ തന്നെ പ്രവചിച്ചു പറയാം. ഈ 3-ാമത്തെ മാസം, മാർച്ച് മാസം 31-ാം തീയതിക്കകത്ത് നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ഉപവസിച്ചും പ്രാർത്ഥിച്ചും നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ദേവദാസിയെ നിന്റെ കണ്ണ് തുറന്ന് നീ കാണത്തക്കവണ്ണം നിന്നെ മാനിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി വേഗത്തിൽ വെളിപ്പെടാൻ പോകുന്നു. ഓ റീബാന ശാന്തരാധനാദിയ അർദ്ധമനഘടകശാന്തരാധനാദിയ. ഒന്ന് വേഗത്തിൽ നമുക്ക് വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. എല്ലാ പ്രതീക്ഷയും തീർന്നു. അതാണ് ഇമ്പീര മുദ്ര. എല്ലാം അവസാനിച്ചു, അതാണ് കല്ലറ. ഒരു മനുഷ്യൻ ഏറ്റവും അവസാനം ചെല്ലുന്ന ഇടം കല്ലറയാ. ഒരു മനുഷ്യൻ ജനിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ അവസാനത്തെ പ്ലേസ് കല്ലറയാ. ആരെങ്കിലും പറയുക ഞാൻ അങ്ങോട്ട് പോവുകയില്ലെന്ന് പറഞ്ഞാൽ ഉറപ്പാ, ഇന്നല്ലെങ്കിൽ നാളെ പോയേ പറ്റുള്ളൂ. ഉറപ്പായിട്ടും നമ്മളെല്ലാം അവിടെ ചെല്ലണം. അർത്ഥം അവിടം കൊണ്ട് ലോകത്തിൻ്റെ എല്ലാ കരുതലും അവസാനിക്കും. അതാ കല്ലറ. എത്ര വലിയ രക്തബന്ധമാണെങ്കിലും, എത്ര വലിയ അച്ചാച്ചനാണെങ്കിലും ആരാണെങ്കിലും കല്ലറ വരെ വരും. അതിനപ്പുറത്തോട്ട് ആരും വരികയില്ല. പക്ഷെ ബൈബിളിനകത്തൊരു വാക്യം കിടപ്പുണ്ട്, ഞാൻ നിന്നെ ശവക്കുഴിക്കകത്തു നിന്നും വലിച്ചെടുക്കുന്ന ദൈവമാണെന്ന്. ഇന്ന് രാത്രി ഞാൻ ആരോടൊക്കെ പ്രവചിക്കുക കേട്ടോ. എന്തോ കർത്താവ് ഇങ്ങനെ എന്നോട് അങ്ങനെ പോകാൻ പറയുന്നു. എല്ലാ പ്രതീക്ഷയും അവസാനിച്ച സ്ഥലമാ കല്ലറ. പക്ഷേ യേശു വചനം പറയും, മോനെ ശവക്കുഴിക്കകത്തു നിന്ന് പോലും നിന്നെ വലിച്ചു കയറ്റാൻ എൻ്റെ ദൈവത്തിന് പദ്ധതി കൊണ്ടെന്ന് അർത്ഥം. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടെന്ന് നീ പറയുന്ന വിഷയം ഇനി ആ വാറ്റത്തെ കാണുകയില്ല എന്ന് നീ പറയുന്ന വിഷയം, കുടിവെട്ടി അടക്കി എന്ന് പറയുന്ന ആ വിഷയം ഇനി ആ വാറ്റത്വം പുറത്തു വരികയില്ല എന്ന് പറയുന്ന ആ സബ്ജക്റ്റ് ദൈവത്തിൻ്റെ വചനം പറയുക. എടാ മോനെ, ആരൊക്കെ കുടിവെട്ടി അടക്കിയാലും ശരി, വേണ്ടി വന്നാൽ ആ ശവക്കുഴിക്കകത്തുന്നത് പോലെ നിന്നെ വലിച്ചു കയറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും
ചെയ്യുമെന്ന്. ആരുണ്ട് ആമേൻ പറ? പ്രമിള റോസ് ഒന്ന് പ്രാർത്ഥിക്കുക, അഞ്ജന ഒന്ന് പ്രാർത്ഥിക്കും, മിനി ജേക്കബ് ഒന്ന് പ്രാർത്ഥിക്കും. ചുമ്മാ ഇരിക്കരുത് കേട്ടോ, ചുമ്മാ കൈകെട്ടി ഇരിക്കരുതിനകത്ത് നീ പറ, ഈ രാത്രിയിൽ എവിടേക്ക് അവസാനിച്ചു എന്ന് പിശാചേ നീ പറഞ്ഞോ. അവിടെ തന്നെ തുറക്കുന്ന ദൈവം, കല്ലറ തുറക്കുന്ന ദൈവം, സെമിത്തേരിക്കകത്തുന്നത് പോലും നിന്നെ വലിച്ചു കയറ്റുന്ന ദൈവം. നീ പ്രാപിക്കേണ്ട വാഗ്ദത്തത്തിലേക്ക്, നീ പ്രാപിക്കേണ്ടുന്ന ദൈവിക ആ നന്മയ്ക്കകത്തോട്ട്, ആ ഉയർച്ചയ്ക്കകത്തോട്ട്, ആ ദൈവിക പദ്ധതിക്കകത്തോട്ട് അതേ നിന്നെ കൊണ്ടുവന്ന് അത് കാൽ ചവിട്ടിപ്പിക്കുന്ന എന്റെ ദൈവ രാത്രിയിൽ നിനക്ക് ഇറങ്ങുകയാണ്. ആരുടെ അതുപോലെ പറയുന്നു, നീ പറഞ്ഞു കാണുമായിരിക്കാം, ഇനി പ്രാർത്ഥിച്ചൊരു കാര്യമൊന്നുമില്ല, നന്മ ഞാൻ കാണത്തില്ല, ഒരു വാഗ്ദത്തത്തിലേക്ക് എനിക്ക് എത്താൻ കഴിയത്തില്ല എന്ന സ്വർഗ്ഗം കൈമാറുന്നു. മോളെ, മോനെ, മകളെ, മാതാവേ, പിതാവേ, നിന്റെ പ്രാർത്ഥന വിഷയം ദൈവത്തിന്റെ പത്രികത്തുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ആരൊക്കെ കുടിവെട്ടി അടക്കിയാലും അതെ ഹാഷ്മി ഒരാമൻ പറഞ്ഞോണ്, കുടിവെട്ടി അടക്കിയാലും വേണ്ടി വന്ന നിന്റെ ആ ശവപ്പറമ്പിനകത്തു നിന്ന്, ആ ശവക്കുടിക്കകത്തു നിന്ന് പോലും വലിച്ചു കയറ്റാൻ കരുത്തുള്ള ഒരുവനുണ്ട് കേട്ടോ. അവന്റെ പേരാ യേശു. ആരാധിക്കുവാണെങ്കിൽ, കരമടിക്കുവാണെങ്കിൽ, അന്യഭാഷ പറയുവാണെങ്കിൽ അവന് മാത്രം കരമടിക്കുക, അവനെ മാത്രം നീ ആരാധിക്കുക. ഇതുപോലെ വിടുവിക്കാൻ കഴിയുന്ന, ഇതുപോലെ മാനിക്കാൻ കഴിയുന്ന, ഇതുപോലെ നിന്നെ ഉയർത്താൻ കഴിയുന്ന വേറെ 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 ഒരു ദൈവം ഇല്ലേ ഇല്ല. അവന്റെ പേരാ യേശു. ഒന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആ വീഡിയോ ഓണാക്കിക്കൊണ്ട് ഒന്ന് പ്രതികരിച്ചോ. ആര് ചുമ്മാതിരിക്കരുത്, ആര് കൈകെട്ടിയിരിക്കരുത്. അകത്ത് അഭിഷേകമുണ്ടെങ്കിൽ ചലിക്കുക. എനിക്കിങ്ങനെ പറയാറുണ്ട്, ആരാധിക്കുന്നവന്റെ മേലാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആരാധന എവിടെ വെളിപ്പെട്ടിട്ടുണ്ടോ, ആരാധിക്കുന്നവൻ എവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ, ഇനി കാരാഗ്രഹമാണെങ്കിലും, പത്മോസ് ആണെങ്കിലും, തീച്ചുളയാണെങ്കിലും, സിംഹത്തിന്റെ കുഴിയാണെങ്കിലും, ഞാൻ കണ്ട വെളിപ്പാട് ആരാധന അകത്തുള്ളവൻ, ദൈവത്തിന്റെ വിളി അകത്തുള്ളവൻ പറയോ, എന്നെ എങ്ങനെ കൊതുക്കാൻ നോക്കിയാലും ഒരു തീച്ചുളയ്ക്ക്, ഒരു സിംഹത്തിന്റെ കുഴിക്ക്, ഒരു പത്മോസിന്റെ മരണത്താഴ്വരയ്ക്ക് എന്റെ അകത്ത് കിടക്കുന്ന വെളിപ്പാടിന് തടയാൻ കഴിയത്തില്ല. ആരുടെ രാത്രി കർത്താവ് അതുപോലെ പ്രവചിക്കുന്നു, നിന്റെ ആരാധന ചുമ്മാതെയല്ല, നിന്റെ അന്യഭാഷ ചുമ്മാതെയല്ല. നീ പറയുന്ന ആ അന്യഭാഷയില്ലേ, അത് വെറും വാക്കല്ല കുഞ്ഞ്. നീ അന്യ ഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നീ പോലും അറിയാതെ മറുഭാഗത്ത് നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ ഒരു ഭയങ്കരമായ ശക്തി വ്യാപരിക്കുകയാണ്. സിബി ബിജുവിനോട് കർത്താവ് പറയുന്നു, 3.5 മാസത്തോളമായി വേദനയോടെയായിരിക്കുന്ന, ഭാരത്തോടെയായിരിക്കുന്ന മാതാവേ, ആ അഭിഷേകത്തിനകത്ത് അടുത്ത ദിവസങ്ങളിൽ തന്നെ നീ കരഞ്ഞും വേദനിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ അഭിഷേകത്തിനകത്ത് ഒന്നുകൂടി ഇറങ്ങി പറയുന്നു, തലമുറയോട് റിലേറ്റഡ് ആയിട്ടുകൊണ്ട് നടക്കുമോ പാസ് എന്ന് നീ ചോദിക്കുന്ന ആ അഭിഷേകത്തിനകത്ത് മാതാവേ സിബി ബിജു നീ പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ തന്നെ ഒന്നിന്റെ ചിന്തകൾക്കും നിരൂപണങ്ങൾക്കും അപ്പുറത്തായിട്ട് ദൈവത്തിന്റെ കരുതലുകൾ, അത് ദൈവ പ്രവർത്തിക നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന ദിവസങ്ങൾ ഇനി അതിവിദൂരമല്ലെന്ന് അതേ പരിശുദ്ധാത്മാവനോട് ഇടപെടാൻ പറയുന്നു. വിശ്വാസ നായകന് പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അതെ സിബി ബിജു കഥ അങ്ങനെ പ്രവചിക്കുകയാണ്. നീ ആള് മാറി തുടങ്ങുന്നു. ആമെ കളിയാക്കിയവരുണ്ട്, ഒറ്റപ്പെടുത്തിയവരുണ്ട്. പ്രാർത്ഥിക്കാൻ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി എന്ന് ചോദിച്ചവരുണ്ട്. അഭിഷേകത്തെ, നിന്റെ പ്രാർത്ഥനയെ ചോദിച്ചത് ആൾക്കാരുണ്ടായിരിക്കാം. സിബിയാന്റെ പ്രാർത്ഥിക്കുക, നിന്റെ ലൈഫിനകത്ത് ഇതുവരെ നീ പ്രാപിക്കാത്തൊരു വിടുതല് ഈ ദിവസങ്ങളിൽ തന്നെ ഈ 3-ാമത്തെ മാസം തന്നെ നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ആ മറുപടി അതേ വ്യക്തമായി വെളിപ്പെടുമെന്നുള്ളതിന് ഒരു സംശയം വേണ്ട കേട്ടോ. നീ പ്രാർത്ഥിച്ചു, അതുപോലെ വിശ്വസിച്ചു. ഇതുവരെ കാണാത്ത വിടുതലുകൾ, ചിന്തിക്കാത്ത മറുപടികൾ നിന്റെ കണ്ണ് തുറന്ന് നീ കാണത്തക്കവണ്ണം നിന്നെ ഞാൻ മാനിക്കാൻ പോകുന്നു. ആ നന്മ നഷ്ടപ്പെട്ടു പോകത്തില്ല. വചനം പറയുന്നു, നീതിമാന്മാർ നീതികളിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് നീതിമാന്മാരുടെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. സിബി ബിജു ആമേൻ പറ. നിന്റെ നന്മകളുടെ മേൽ ഒരു ദുഷ്ടന്റെ ചെങ്കോലും
ഇരിക്കത്തില്ല. നീ ആ നന്മ പ്രാപിക്കും കേട്ടോ. നീ ആ വാഗ്ദത്തത്തിലേക്ക് കയറും കേട്ടോ. നീ ആ ഉയർച്ച കാണും കേട്ടോ. അർത്ഥം നിന്റെ നന്മയുടെ മേൽ ഒരു പൈശാചിക മേഖലയ്ക്ക് അവകാശം പറയാ എൻ്റെ അപ്പൻ അനുവദിക്കത്തില്ല, എൻ്റെ യേശു അനുവദിക്കത്തില്ല. കാരണം ഇതുപോലെ വിടുവിക്കാൻ കഴിയുന്ന, ഇതുപോലെ മാനിക്കാൻ കഴിയുന്ന, ഇതുപോലെ ഉയർത്താൻ കഴിയുന്ന വേറെ ഒരു അപ്പനില്ല, വേറെ ദൈവമില്ല. ഇല്ല വിസിബിയാൻഡി പ്രാർത്ഥിച്ചു നിന്റെ ലൈഫിനെ അതേ പരിശുദ്ധ അതുപോലെ തൊടുകയാ. ഹല്ലേലൂയ. എല്ലാ പ്രതീക്ഷയും തീർന്നു. അതാണ് സെമിത്തേരി. പക്ഷെ ബൈബിൾ പറയും വേണ്ടി വന്നാൽ ശവക്കുഴി തുറന്നു ഞാൻ നിന്നെ വലിച്ചെടുക്കും. നിരാശയാണോ? ഇത് രാത്രി മാറ്റിക്കോണം. ഭാരമാണോ? രാത്രി മാറ്റിക്കോണം. കാരണം വിളിച്ചവൻ വിശ്വസ്തന, വിളിച്ച ദൈവം വിശ്വസ്തന. ശരീരങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനങ്ങളെ, അവൻ വിശ്വസ്തന. അബ്രഹാം പറയും എനിക്കെല്ലാം ഉണ്ട്, ആടുമാടുണ്ട്, സമ്പത്തുണ്ട്, ഒട്ടകമുണ്ട്, മൃഗസമ്പത്തുണ്ട്, ഇട്ടുമൂടാൻ സാമ്പത്തികമുണ്ട്. പക്ഷെ ഒരു പരാതിയുണ്ട്, ഇതൊന്നും അനുഭവിക്കാൻ അടുത്തൊരു ജനറേഷൻ ഇല്ല. അതൊരു ചോദ്യമാ. പക്ഷെ എൻ്റെ മറുചോദ്യം ഇങ്ങനെ, അബ്രഹാമേ, ഒറ്റ സെക്കൻഡ് കൊണ്ട് കുടുംബക്കാരെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ടിറങ്ങിയ നിന്നെ ധനികനാക്കി മാറ്റിയ ദൈവത്തിന് നിനക്കൊരു തലമുറയും കൂടെ തരാൻ കഴിയത്തില്ല അബ്രഹാമേ. പിന്നെ എന്തിനാ പരാതിപ്പെടുന്നേ? എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? മക്കളെ, നമ്മളൊക്കെ അങ്ങനെയാ. നമുക്കില്ലാത്ത ടെൻഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അല്ലേ? ടെൻഷൻ ഉണ്ടാക്കിയെടുക്കുക. ഒരു കാര്യം കർത്താവിൻ്റെ സമയമാകുമ്പോൾ ചെയ്യും, ഉറപ്പാ അല്ലേ ജസിയാൻ? ഇതുവരെ അങ്ങനെ നടന്നേക്കുന്നത്. നമ്മൾ വെച്ച സമയങ്ങളെല്ലാം മാറും, പക്ഷെ നമ്മുടെ സമയമല്ല. ആ വിഷയത്തിനകത്ത് കർത്താവിൻ്റെ സമയമാകുമ്പോൾ ചെയ്തിരിക്കും, ഉറപ്പാ. അത് നമ്മൾ ഫാസ്റ്റിംഗ് ഇരുന്നാലും ഇല്ലെങ്കിലും പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാ. കാരണം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. അതുകൊണ്ട് നമ്മൾ എന്തു പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും കർത്താവിൻ്റെ സമയമാ എന്ന് പറഞ്ഞുകൊണ്ട് ആരും പ്രാർത്ഥിക്കാതിരിക്കരുത് കേട്ടോ. പ്രാർത്ഥിച്ചോണം. കർത്താവിൻ്റെ സമയമാകുമ്പോൾ എന്ത് ചെയ്യും? ആരോ പറയുക, ഉപദേശം പറഞ്ഞു പ്രാർത്ഥിക്കേണ്ട, അതുകൊണ്ട് ഇന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല. അങ്ങനെ ആരും ഈ ദൂതേറ്റെടുക്കരുത് കേട്ടോ. വചനം പറയുക, തൻ്റെ ഭക്തന്മാർക്ക് അവനത് ഉറക്കത്തിലും എന്ന് പറഞ്ഞ് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങിക്കണം. നീ എല്ലാ സമയത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തോണം. സ്വത്രം. രാത്രിയെ പകലാക്കണം, അതാ അഭിഷിക്തന്മാർ, അതാ കൃപ. മടങ്ങി വരാം നമുക്കല്ലേ. പ്രതീക്ഷ എല്ലാം നഷ്ടപ്പെട്ടു, അതാ കല്ലറ. എല്ലാ യഹൂദന്മാരും പറഞ്ഞു യേശു എന്ന് പറയുന്ന ഉലകനായകൻ അവസാനിച്ചു. എന്നാൽ മൂന്നാം ദിവസം കല്ലറയെ തുറന്നു, യേശു പുറത്തു വന്നു. ഏകദേശം 500-ൽ അധികം പേരിരിക്കുന്ന ആ കൂടെ യേശു കർത്താവിൻ്റെ 11 ശിഷ്യന്മാരുമുണ്ട്. ഈ കൂട്ടത്തിൻ്റെ നടുവിൽ യേശു രംഗപ്രവേശം ചെയ്യുന്ന ഒരു കുറിവാക്യമാണ് വായിച്ച വാക്യം. 500 പേരധികം പേര് നിൽക്കുന്ന ഒരു കൂട്ടായ്മയുടെ നടുവിൽ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് വന്നിട്ട് തൻ്റെ ശിഷ്യന്മാരോട് യേശു പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, നിങ്ങൾ യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകരുത്. നിങ്ങൾ യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകരുത്. അടുത്ത വാക്യം, എൻ്റെ പിതാവിനോട് കേട്ട അവൻ്റെ സകല വാഗ്ദത്തത്തിനായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ഒരാമൻ പറഞ്ഞ് കാത്തിരിക്കണം. എല്ലാം അവസാനിച്ചു വന്ന് പറഞ്ഞ യേശു കർത്താവിൻ്റെ അടുത്ത രംഗപ്രവേശനം. അർത്ഥം യേശു പറഞ്ഞ വാക്ക് എങ്ങനെയാണ്? ഞാൻ പോയിട്ടല്ലാതെ കാര്യസ്ഥനായിരിക്കുന്ന പരിശുദ്ധാത്മാവിന് ഇങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വരുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ ഒറ്റ ഒരു ഐഡിയ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? യെരൂശലേമിൽ ആ മാളിക മുറിക്കകത്ത് കയറി ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി കാത്തിരിക്കണം.
സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയാം, ഈ ദൂത് കേട്ടത് 500-ൽ അധികം പേരാ കേട്ടെ. പക്ഷേ മാളിക മുറിക്കകത്ത് കയറി ഇരുന്നത് 120 പേരാ. ആരും മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. ഇന്നെങ്ങനെയാ, ഒരുപാട് ആൾക്കാർ പ്രസംഗമൊക്കെ കേൾക്കും, പക്ഷെ ദൈവശബ്ദം കേട്ട് അനുസരിക്കുന്ന ആൾക്കാർ ചുരുക്കമേ ഉള്ളൂ കേട്ടോ. ആരും മെനക്കെട്ട് കാര്യമൊന്നുമില്ല, കേട്ടതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. വചനം പറയുക, നിങ്ങൾ എൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അനുസരിക്കുന്നെങ്കിൽ അനുഗ്രഹിക്കപ്പെടും. അത് ഉറപ്പാ. സ്തോത്രം. അർത്ഥം, ദൈവവചനം കേട്ടാൽ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം? അനുസരിക്കൂടെ വേണം. ഇവിടെ 500-ലധികം പേര് ദൂത് കേട്ടു, പക്ഷെ ഈ 120 പേരാ മാളിക മുറിക്കകത്തോട്ട് കയറിയത്. 120 പേര്. യേശു എന്താ പറഞ്ഞത്? അവസാന സ്റ്റേജ്മെന്റ് പറഞ്ഞത് എന്താണെന്നറിയാമോ? നിങ്ങൾ ഈ യെരൂശലേമിൽ നിന്ന് എന്ത് ചെയ്യരുത്? പിൻവാങ്ങിപ്പോകരുത്. ഇന്ന് രാത്രി ഞാൻ ആരോടൊക്കെ പ്രവചിക്കുകയാണ്, നീ അവിടെ നിൽക്ക്, നീ ആ ജോലി മേഖലയ്ക്കകത്ത് തന്നെ നിൽക്ക്, നീ ആ രാജ്യത്ത് തന്നെ നിൽക്ക്, നീ അവിടെ തന്നെ നിൽക്ക്, നീ അവിടെ തന്നെ ഉറയ്ക്ക്, നീ അവിടെ തന്നെ പ്രാർത്ഥിക്ക്, നീ അവിടെ തന്നെ മുഴങ്കാൽ മടക്ക്, നീ ആ ചർച്ചിൽ തന്നെ നിൽക്ക്. സഭ വിട്ട് പോകാൻ വരട്ടെ, വെയിറ്റ് ചെയ്യ്. സഭ മാറാൻ വരട്ടെ, നീ വെയിറ്റ് ചെയ്യ്. നാട് വിടാൻ വരട്ടെ, നീയോട് വെയിറ്റ് ചെയ്യ്. സ്തോത്രം. എന്താ കാര്യം? യേശു പറഞ്ഞ വാക്ക് എങ്ങനെയാ? യെരൂശലേമിൽ നിന്നും നിങ്ങൾ വാങ്ങിപ്പോകരുത്. അടുത്ത വാക്ക്, എൻ്റെ പിതാവിനോട് കേട്ട അവന്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. സ്തോത്രം. 500 പേര് ദൂത് കേട്ടെങ്കിലും കയറിയിരുന്നത് 120 പേരാ. 120 പേര്. ഞാനവിടെ പദം പറയാം, പെന്തക്കോസ്ത് നാളിലാ 120 പേര് മാളിക മുറിയിലേക്ക് കയറാൻ പോകുന്നത്. ഏകദേശം യെരൂശലേം ദേവാലയത്തിനകത്തുള്ള പെരുന്നാൾ കഴിഞ്ഞ് 2 ലക്ഷത്തിലധികം വരുന്ന ആൾക്കാർ യെരൂശലേമിൽ നിന്നും പിറകോട്ട് അല്ലെങ്കിൽ പുറത്തേക്ക് ഒരു വലിയ ജനക്കൂട്ടം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു 120 പേരടങ്ങുന്ന ഒരു ചെറിയ കൂട്ടം അകത്തോട്ട് കയറുക. ഹല്ലേലൂയ. നിങ്ങളുടെ കൂടെ എന്ന് പറയണേ. 2 ലക്ഷത്തിലധികം വരുന്ന ഒരു ജനസമൂഹം അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ 120 പേരടങ്ങുന്ന ഒരു ചെറിയ കൂട്ടം പുറത്തുനിന്ന് അകത്തോട്ട് കയറുകയാ. എന്റെ ഭാഷ പറഞ്ഞാൽ ഒഴുക്കിന് വിപരീതമായിട്ട് നീന്തുന്നത് പോലെ, ഒഴുക്കിന് എതിരെ നീന്തുന്നത് പോലെ. ചുരുക്കി പറഞ്ഞാൽ സാധ്യമാകുന്ന കാര്യമല്ല, അല്പം പ്രയാസമുള്ള കാര്യമാണ്. 2 ലക്ഷത്തോളം വരുന്ന ആൾക്കാര് അകത്തുനിന്ന് പുറത്തേക്ക് വരുമ്പോൾ എന്റെ ചോദ്യം ആരോടാണെന്നറിയാമോ? 120 പേരോടാ. അച്ചാച്ചന്മാരെ, ഈ ചെറിയ കൂട്ടമായി നിങ്ങൾ എങ്ങോട്ടാ കയറി പോകുന്നേ? അവർ പറഞ്ഞ മറുപടി ഇങ്ങനെയാ, സുജ പാസേ, ഞങ്ങൾ ഈ വരുന്ന ലക്ഷക്കണക്കിനുള്ള ആൾക്കാരെ പോലെ അല്ല, ഞങ്ങളുടെ മേൽ കിടക്കുന്ന വിളി വ്യത്യസ്തമാണ്. ഒരാമൻ പറയാൻ പറ്റുമോ? 2 ലക്ഷത്തോളം വരുന്ന ഒരു കൂട്ടം ആൾക്കാര് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 120 പേര് പറയുകയാ, ഞങ്ങൾക്കൊരു വാഗ്ദത്തം കിടപ്പുണ്ട്. അത് യേശു പറഞ്ഞ അവസാന സ്റ്റേറ്റ്മെന്റാ. നിങ്ങൾ കാത്തിരിക്കുക, ആമേ, പരിശുദ്ധ ആത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുകയാണ്. അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്നലകളിൽ ഞാൻ എന്ത് ചെയ്തോ, ഇന്നലകളിൽ എന്നിലൂടെ നിങ്ങൾ എന്ത് അത്ഭുതം ചെയ്തോ, ഇനി മുതൽ നിങ്ങൾ കാണാൻ പോകുന്നത് എന്നെയല്ല, എൻ്റെ അകത്ത് വ്യാപരിച്ച, എൻ്റെ അകത്ത് നിറഞ്ഞ അതേ പരിശുദ്ധ ആത്മാവ് നിങ്ങളിലേക്ക് വരുവാൻ സമയം ആയെന്നല്ലേ. അതിന്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു യോഗ്യതയും ഇല്ല എന്ന് പറഞ്ഞെടുത്ത, ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് പറഞ്ഞെടുത്ത, ഒരു വാഗ്ദത്തങ്ങൾ കാണാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞെടുത്ത, എല്ലാം തീർന്നുവെന്ന് പറഞ്ഞു പോയ ആ യെരൂശലേമിൽ നിൽക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞ അതേ മണ്ണിൽ തന്നെ ഇതുവരെ കാണാത്ത ദൈവിക വിടുതലുകൾ നിങ്ങളുടെ മേൽ അയക്കാൻ എന്റെ ദൈവത്തിന് അതേ പ്ലാൻ ഉണ്ടെന്നല്ലേ.
ആരോടൊക്കെ കർത്താവ് അങ്ങനെ പറയുന്നു, ഞാൻ നിന്നിച്ചടത്ത കുഞ്ഞ്, നീ ഇതുവരെ കാണാത്ത ദൈവത്തിന്റെ മറുപടികൾ വെളിപ്പെടാൻ തുടങ്ങുന്നത്. നീ നിന്നെ പരിഹസിച്ച മണ്ണില്ല, നീ ഇതുവരെ കാണാത്ത ദൈവിക വാഗ്ദത്തങ്ങളെ പ്രാപിക്കാൻ തുടങ്ങുന്നത്. എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ മണ്ണില മോളെ നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നത്. അർത്ഥ ലോകം പറയും എല്ലാ പ്രതീക്ഷകളും കഴിഞ്ഞു, എല്ലാം തീർന്നുപോയി എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ നിന്നെ ശവക്കുഴിക്കകത്തു നിന്ന് വലിച്ചു കയറ്റുന്ന യഹോവയത്ര. അർത്ഥം തള്ളിക്കളഞ്ഞ കല്ല നീ. പക്ഷെ തമ്പുരാൻ പറയില്ല, ഞാൻ നിന്നെ മൂലക്കല്ലാക്കി മാറ്റി, ഞാൻ നിന്നെ ഒരടയാളമാക്കി മാറ്റി, ഞാൻ നിന്നെ ഒരു സൈനാക്കി മാറ്റി, ഞാൻ നിന്നെ നിന്നിച്ചടത്ത് പരിഹസിച്ചടത്ത് ശത്രുക്കൾ കാണുക ഒരു മേശ ഒരുക്കുക. അങ്ങനെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്രതികരിക്കുക. നിന്നെ മാറ്റുന്ന, വിലാപത്തെ മാറ്റുന്ന, വേദനകളെ മാറ്റുന്ന, അപവാദങ്ങളെ മാറ്റുന്ന, കടഭാരത്തെ മാറ്റുന്ന, ആ പ്രതിസന്ധിയെ മാറ്റുന്ന, അപവാദങ്ങളെ തുടച്ചു മാറ്റുന്ന അതേ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഈ ആരാധനയ്ക്കകത്ത് അധികാരത്തോടെ അത് വെളിപ്പെടുകയാണ്. ഒന്നുകൂടി ആവർത്തിക്കുന്നു, ആ വാഗ്ദത്തത്തിലേക്ക്, ആ പ്രവചനത്തിനകത്തോട്ട്, ആ ദൂതിനകത്തോട്ട് അത് നിന്നെ കൊണ്ടുവന്ന് കാൽ ചവിട്ടിപ്പിക്കുന്ന എന്റെ ദൈവത്തിന്റെ പദ്ധതികൾ അതേ അത് വേഗത്തിൽ വെളിപ്പെടുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേ പരിശുദ്ധം അതുപോലെ പറയുന്നു, ഒരു പുതിയ തുടക്കമാണ് ഈ മിനിസ്റ്റർ കർത്താവ് അങ്ങനെ പറയുക. രഹബോത്ത് മിനിസ്റ്റർ കർത്താവ് പറയുന്നു, ഒരു പുതിയ തുടക്കം, ഇതുവരെ കാണാത്തൊരു മൂവ് ഈ രഹബോത്ത് മിനിസ്റ്ററിനകത്ത് കർത്താവ് ചെയ്യാൻ പോകുന്നു. 2026 ഈ മിനിസ്റ്റർ അതിര് വിശാലമാകും കേട്ടോ. ഇതിന് വിശാലമാകും. ഇതിനകത്ത് എവിടേക്ക് സ്പ്ലിറ്റ് ഉണ്ടാക്കി, കലക്കമുണ്ടാക്കി പിശാച് പറഞ്ഞില്ല, ഇത് മുന്നോട്ട് പോകത്തില്ല, ഇത് രണ്ട് തട്ടായിട്ട് മാറും എന്ന് പറഞ്ഞവരുടെ നടുവിൽ ദേവദാസിയെ നീ പ്രാർത്ഥിച്ചോ. ഇതുവരെ കാണാത്തൊരു വിശാലത, ഇതുവരെ ചിന്തിക്കാത്തൊരു വളർച്ച രഹബോത്ത് മിനിസ്ട്രിക്കകത്ത് ആമേ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തുകയാണ്. ഇത് അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്ത് ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ യെരൂശലേമിൽ വാങ്ങിപ്പോകരുത്. കാരണം എന്റെ തകർച്ച കണ്ട പട്ടണമായ യെരൂശലേം. നിങ്ങൾ ആരും മിണ്ടുന്നില്ലല്ലോ. എന്റെ അവസാനം കണ്ട ദേശമാ യെരൂശലേം എന്ന് യേശു പറയുക. അവിടെ തന്നെ ആയിരിക്കണം എന്റെ അടുത്ത തലമുറ എഴുന്നേക്കേണ്ടതെന്ന്. അത് ഒന്നുകൂടി ഇറങ്ങി പറയുകയാ. എവിടേക്ക് എല്ലാം അവസാനിച്ചുവെന്ന് അത് പിശാച് പറഞ്ഞ മണ്ണിൽ രഹബോത്ത് മിനിസ്ട്രിയെ ഇതുവരെ കാണാത്ത, ഇതുവരെ അടുത്തൊരു തലത്തിലേക്ക് വളർത്തുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ. ഒരുപാട് വെല്ലുവിളികൾ, ഒരുപാട് പ്രതിസന്ധികൾ ഇതിനെതിരെ കയറി വന്നതാണ്. എല്ലാം തീർന്നുപോയി, നിന്നുപോയി. ഇനി ആരംഭിക്കത്തില്ല. രഹബോത്ത് മിനിസ്ട്രി അത് കുഴിവെട്ടി അടക്കി, അത് അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്ത് ദൈവത്തിന്റെ വചനം ഇടപെടുന്നു. ശവക്കുഴിക്കകത്തുനിന്ന് ഞാൻ നിന്നെ വലിച്ചെടുത്തതുപോലെ ഈ മിനിസ്ട്രിയെ കർത്താവ് വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അർത്ഥം വേര് മുളയ്ക്കത്തില്ല, വേറുറപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ മണ്ണിൽ ഇതിനെ വളർത്തുന്ന ദൈവത്തിന്റെ കരം വ്യക്തമായി വെളിപ്പെടുകയാണ്. കർത്താവ് ഇങ്ങനെ പറയുന്നു, നട്ടവനല്ല, നനയ്ക്കുന്നവനല്ല, സ്വർഗത്തിന്റെ ദൈവം വളർത്തുമാറാക്കുന്നത്. അതേ ദൈവദാസി വളർത്തുന്നത് അവനാകട്ടോ, അവനാ വളർത്തുന്നത്. വചനം പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിക, പാതാള ഗോപുരങ്ങൾ ഒന്നും അതിനെ ജയിക്കത്തില്ല. രാത്രിയിൽ കർത്താവ് അങ്ങനെ പറയുന്നു, എല്ലാ പൈശാചിക ആധിപത്യങ്ങളും ഇതിനകത്ത് വഴിമാറിയിട്ട് ഇതുവരെ ചിന്തിക്കാത്തത്, നിരൂപിക്കാത്ത നിലവാരത്തിൽ രഹബോത്ത് മിനിസ്ട്രിയെ അതിന്റെ അതിരുകളെ വിശാലമാക്കുന്ന വർഷമാണ് 2026 എന്ന് പറയുന്നത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. രാത്രി വിശ്വസിക്കുക കേട്ടോ, കർത്താവിന്റെ കരം വെളിപ്പെടാൻ പോവുക. ദൈവകരം ചലിക്കും, ദൈവപ്രവൃത്തി വെളിപ്പെടും. യേശു പറഞ്ഞു, നിങ്ങൾ വാങ്ങിപ്പോകരുത്, അവിടെ നിൽക്കുക, വെയിറ്റ് ചെയ്യുക. എവിടെയാ? യെരൂശലേമിൽ തന്നെ നിൽക്കുക. എന്താ കർത്താവ് ഉറപ്പന്നാ? യേശു പറയും, മോനെ, എന്നെ തകർത്ത മണ്ണ യെരൂശലേം, എൻ്റെ അവസാനം കണ്ട് ആഘോഷിച്ച സ്ഥലവാ യെരൂശലേം. പക്ഷേ യേശു പറയാ, അവിടെയാ എൻ്റെ അടുത്ത തലമുറ എഴുന്നേക്കുന്നത്. ഒരാമേൻ പറയാമോ? എല്ലാം തീർന്നു എന്ന് പറഞ്ഞില്ലേ എവിടേക്കോ? സിജി പ്രമോദ്
തുടങ്ങാൻ പോവുക കേട്ടോ. കർത്താവ് പറയും ആരംഭിക്കും. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം. അത് സിജി പ്രമോദേ. തക്ക കാലത്തെ ഫലം മറുപടി കാണാൻ പോവുക. ഹബക്കുക്ക് പറഞ്ഞൊരു പദമുണ്ട്, ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് എത്തപ്പെട്ട് വരുന്നു, അതിനുവേണ്ടി കാത്തിരിക്കുക. അത് വൈകിയാലും വരും, നിശ്ചയമാണ്. അടുത്ത വാക്ക താമസിക്കത്തില്ല. സിജി പ്രമോദ് താമസിക്കത്തില്ല കേട്ടോ. മറുപടി കാണും, താമസിക്കത്തില്ല. സമയമായി. പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ റൈറ്റ് ടൈമിലേക്ക് എത്താൻ പോവുക. അത് പത്രോസ് പറഞ്ഞ പദവാ. അതുകൊണ്ട് തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീട് എന്ത് ചെയ്യണം? പ്രസിദ്ധാൻറ്റി താണിരിക്കണം. ഞാനിങ്ങനെ പറയാം, കർത്താവിൻ്റെ കരം ബലം ക്ഷയിപ്പിക്കുന്ന കരമല്ല, ബലമുള്ള കരവ. കർത്താവിൻ്റെ കരം താഴ്ത്തുന്ന കരമല്ല, ഉയർത്തുന്ന കരവ. മനുഷ്യൻ്റെ കൈയൊക്കെ താഴ്ത്തും, തളർത്തും, തല്ലും, ഇരുത്തും. പക്ഷെ അവൻ്റെ കരം താഴ്ത്തുന്ന കരമല്ല, ഉയർത്തുന്ന കരമാണ്. ഒത്തിരി ഇരുത്തി നിന്നെ, പക്ഷെ എഴുന്നേക്കാൻ പോവാ, എഴുന്നേക്കാൻ പോവാ. ഉറപ്പിക്കാൻ പോ. ദൈവം പലതും ഉറപ്പിക്കും. ദൈവത്തിൻ്റെ കരം ചലിക്കും കേട്ടോ. രക്തവർണ്ണങ്ങളുടെ നടുവിൽ ചാർച്ചക്കാരുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി നിന്നൊരു വിഷയമുണ്ട്. സിജി പ്രമോദേ, ആ വിഷയത്തെ കർത്താവ് തൊടും. ഇതുപോലെ വിടുവിക്കാൻ കഴിയുന്ന വേറെ ദൈവം ഇല്ല എന്ന് പറയുന്നത് പോലെ കർത്താവിൻ്റെ കര സിജി പ്രമോദിന് വേണ്ടി വെളിപ്പെടാൻ പോവുക. ഏപ്രിൽ മാസം കുറിച്ചുകൊണ്ട് ഏപ്രിൽ മാസം കർത്താവിൻ്റെ ഭയങ്കര ഒരു സാക്ഷി നീ പറയും. ഈ മിനിസ്ട്രിക്കകത്ത് എൻ്റെ കർത്താവിനെ കണ്ടു, എൻ്റെ കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടു, ഇത് ദൈവത്തിൻ്റെ കരമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് സിജി പ്രമോദ് നീ പറയുന്നത് പോലെ നിന്നെ മാനിക്കുന്ന കർത്താവിൻ്റെ പദ്ധതി വെളിപ്പെടും കേട്ടോ. പ്രാർത്ഥിച്ചോ. ഒത്തിരി വേദനയുണ്ട്, ഒരുപാട് ഭാരപ്പെടുന്നുണ്ട്. വാക്കുകളാലും നിന്ദകളാലും വെച്ച ആഹാരം പോലും ഇറക്കാൻ പറ്റാത്ത കുടുംബ സാഹചര്യങ്ങൾ, ഭയപ്പെടുന്ന കുടുംബ പശ്ചാത്തലം. അതിൻ്റെ മധ്യത്തിൽ നിന്നെ മാനിക്കുന്ന ദൈവത്തിൻ്റെ കരം ചലിക്കും. പ്രാർത്ഥിച്ചോ. യേശു പറഞ്ഞു വാങ്ങിപ്പോകരുത്, യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്, യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്. അർത്ഥം എല്ലാം അവസാനിച്ചെടുത്ത ഒരു പുതിയ തുടക്കം, ഒരു പുതിയ തുടക്കം. അഞ്ജന സിസ്റ്ററെ, പുതിയൊരു തുടക്കമുണ്ട് കേട്ടോ, പുതിയൊരു ആരംഭമുണ്ട്. എൻ്റെ കർത്താവ് ആദ്യനും അവൻ അന്ത്യനുമാണെന്ന്, അവൻ ആൽഫയും അവൻ ഒമേഗയുമാണെന്ന്. അർത്ഥം എല്ലാത്തിൻ്റെ ആദ്യം അവനാ, എല്ലാത്തിൻ്റെ അവസാനവും അവൻ തന്നെ. അതേ അഞ്ജന, നിൻ്റെ സ്റ്റാർട്ടിങ്ങും അവനാ, നിൻ്റെ ഒടുക്കവും അവനാ. എൻ്റെ അവസ്ഥ എങ്ങനെ? എൻ്റെ തുടക്കവും എൻ്റെ ഒടുക്കവും അവനാ. അതാ നമ്മുടെ യേശു കർത്താവ്. അടുത്ത എന്താ അഞ്ജന? ജനിക്കുന്നതിന് മുമ്പേ, അമ്മയുടെ പിണ്ടാകാരത്തിനകത്ത് ഉരുവാകുന്നതിന് മുമ്പേ അഞ്ജനയെ കണ്ട ദൈവമുണ്ട്. 2026 മൂന്നാമത്തെ മാസം നീ നിൽക്കുന്നതും അടുത്ത മാസം നീ എവിടെ നിൽക്കണമെന്നും വർഷങ്ങൾക്ക് മുമ്പേ ലോകത്തിൻ്റെ നിൻ്റെ മാതാപിതാക്കന്മാർ നിന്നെ അറിയുന്നതിന് മുമ്പേ മുൻ നിർണയിച്ച് വെച്ച ഒരു ദൈവമുണ്ട് അഞ്ജന. പ്രാർത്ഥിച്ചോ. നിന്നെ കർത്താവ് ശരിക്കും തൊടും. എൻ്റെ സ്ഥിതിക്ക് ഞാൻ മാറ്റം വരുത്തും, നിന്റെ അവസ്ഥയ്ക്ക് ഞാൻ മാറ്റം വരുത്തും. പൊട്ടണെന്ന് പറഞ്ഞ ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് സ്വന്തം ലോകത്തിൻ്റെ അപ്പം തള്ളി സഹോദരന്മാർ തള്ളിക്കളഞ്ഞു എന്ന ശമൂവേൽ പറഞ്ഞൊരു പദമുണ്ട്. ഈശായിയെ, നിൻ്റെ മക്കളിൽ ഇനി ആരെങ്കിലും അവശേഷിക്കുന്നെങ്കിൽ അവനും കൂടെ വരാതെ ഞാൻ ഇനി പന്തിയിലിരിക്കത്തില്ല. അർത്ഥ ലോകം തള്ളിയവനെ ഇന്ന് പ്രൊഫറ്റ് അല്ലെങ്കിൽ ഒരു കുടുംബം മൊത്തം വെയിറ്റ് ചെയ്യുക. അവൻ വരണം. പുറത്ത് കിടക്കുന്നവൻ അകത്തു വരണം, കാട്ടിൽ കിടക്കുന്നവൻ വീട്ടിൽ കയറണം. ഇത് ദൈവത്തിൻ്റെ പ്ലാനാണെങ്കിൽ പ്രാർത്ഥിച്ചോ. അതുപോലൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെട്ടിരിക്കും.
കർത്താവിൻ്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും കേട്ടോ. ഒരത്ഭുതം ഈ വർഷം തന്നെ നിന്റെ കണ്ണ് തുറന്ന് നീ കണ്ടിരിക്കുമെന്ന് ദൈവാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. നമുക്കൊന്ന് മടങ്ങി വരാം. എല്ലാ പ്രതീക്ഷയും തീർന്ന സ്ഥലമാണ് യെരൂശലേം. പുതിയ നിയമത്തിൻ്റെ ഉലക നായകനായ യേശു കർത്താവിൻ്റെ അവസാനം കണ്ട മണ്ണാണ് യെരൂശലേമിൻ്റെ മണ്ണ്. ചരിത്രം പടങ്ങി ഇനി ഒരു പുതിയ തുടക്കമില്ല, എല്ലാം തീർന്നു. പക്ഷെ 120 പേര് ഒഴുക്കിനെതിരെ നീന്തുന്നത് പോലെ അവർ ആ വാറ്റത്തം കേട്ട് മാളികമുറിയിലേക്ക് അകത്തോട്ട് കയറി. യെശയ്യാവ് ഒരു വാക്ക് പറഞ്ഞു, കഴുകന്മാരെ പോലെ നമ്മൾ ചിറകടിച്ച് കയറുമെന്ന്. നിങ്ങളുണ്ടോ ഇതിനകത്ത്? സ്തോത്രം. എന്താ കഴുകൻ്റെ പ്രത്യേകത എന്നറിയാം? ഒരു കാര്യം ഞാൻ വേണമെങ്കിൽ പെട്ടെന്ന് പറയാം. കഴുകൻ എല്ലാ പക്ഷികളും പറക്കുന്നത് പോലെ കഴുകൻ പറക്കത്തില്ല. സകല പക്ഷികളും കാറ്റിന് അനുകൂലമായി ചിറക് വിരിച്ച് പറക്കും. എന്ന് പറഞ്ഞാൽ കാറ്റടിക്കുന്ന ഭാഗത്തേക്ക് എന്ത് ചെയ്യുക, ഇതിങ്ങനെ ചിറക് വിരിച്ച് നിൽക്കത്തേ ഉള്ളൂ, കാറ്റ് ഇവരെ അങ്ങ് കൊണ്ടുപോകും. സകല പക്ഷികളും പറക്കുന്നത് കാറ്റിന് അനുകൂലമായിട്ടാണ് പറക്കുന്നത്. പക്ഷെ കഴുകൻ്റെ പ്രത്യേകത, എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും കഴുകൻ പറക്കുന്നത് അതിന് വിപരീതമായിട്ടാണ്. ഒരാമയും പറയാൻ പറ്റും ഇന്ന് രാത്രിയിൽ? എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും കഴുകൻ പറക്കുന്നത് ആ കൊടുങ്കാറ്റിന് വിപരീതമായിട്ടാണ് പറക്കുന്നത്. അതാ വചനം പറയാ, കഴുകനെ കുറിച്ച് വിശ്വാസിയെ താരതമ്യപ്പെടുത്തുന്ന അർത്ഥം, പ്രതികൂലത്തിന്റെ കൊടുങ്കാറ്റ് നിനക്ക് നേരെ വന്നാലും ആ പ്രതികൂലത്തിന് അനുകൂലമായി നിന്നു കൊടുക്കാതെ അതിന് വിപരീതമായി ആത്മാവിൽ പറന്ന് കയറുന്ന ഒരു കൂട്ടം. അതാ ഞാൻ യെരൂശലേമിൽ കണ്ടത്. 2 ലക്ഷത്തോളം ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 120 പേര് ദൈവം കൊടുത്ത നിയോഗത്തിനകത്ത് അകത്തോട്ട് കയറുക. എന്തിനാ? മാളിക മുറിക്കകത്ത്. എന്തിനായിരിക്കേണ്ടത്? എനിക്കൊരു വാറ്റത്തം കിടപ്പുണ്ട്. പരിശുദ്ധാത്മാവെന്ന ആ കാര്യസ്ഥൻ എൻ്റെ അകത്തോട്ട് വരുമെന്ന് ഒരു പ്രവചനം എൻ്റെ അകത്ത് കിടപ്പുണ്ടെന്ന്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വാറ്റത്തം എൻ്റെയും നിങ്ങളുടെയും മുമ്പിലുണ്ടെങ്കിൽ നീ വെയിറ്റ് ചെയ്തോണം, പ്രാർത്ഥിച്ചോണം. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ അവൻ പറഞ്ഞ വാഗ്ദത്തം അതുപോലെ നിറവേറ്റും. ഒരു സംശയം അതിന് വേണ്ട, ഒരു സംശയം വേണ്ട. 120 പേര് കയറിയിരുന്നു മാളിക മുറിക്കകത്ത്. ദിവസങ്ങൾ പോയി. 1 ദിവസമായി, 2 ദിവസമായി, 5 ദിവസമായി, 6 ആയി, 7 ആയി. ഇരിക്കുന്നതല്ലാതെ മാളിക മുറിക്കകത്തൊരു ചലനവും കാണുന്നില്ല. 8 ദിവസം കഴിഞ്ഞു. 9 ദിവസമായിട്ടും വാഗ്ദത്തം ഉണ്ടെങ്കിലും ഒന്നും സംഭവിച്ചില്ല. 10ാമത്തെ ദിവസം നേരം വെളുത്തപ്പോഴും മനസ്സിനകത്തൊരാവലുണ്ട്. കർത്താവേ, നീ പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 10ാമത്തെ ദിവസമാകുന്നല്ലോ, ഇന്നും ഒരു ചലനമില്ലേ? വചനം പറയുന്നു, 10ാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞ് 3 മണി നേരമായപ്പോൾ ആ മാളിക മുറിക്കകത്തൊരു കാറ്റടിച്ചു. ആയിരുന്ന 120 പേരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇറങ്ങി. 120 പേരും 120 ഭാഷയിൽ, അന്യഭാഷയിൽ അവർ സംസാരിച്ചു. മറുഭാഗത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടുന്ന യെരൂശലേം ദേവാലയത്തിൻ്റെ പെസഹ പെരുന്നാൾ ആചരിക്കുമ്പോഴും ഞാൻ കണ്ട വെളിപ്പാട് എങ്ങനെയാണ്? അത്രയും ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ മറുഭാഗത്ത് നിൽക്കുമ്പോഴും 120 പേരടങ്ങുന്ന ഒരു കൂട്ടത്തിൻ്റെ ആരാധന ആ പട്ടണത്തെ തൊടുന്ന ആരാധനയായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ മക്കളെ, ദൈവം പറഞ്ഞ വാഗ്ദത്തം മാളിക മുറിക്കകത്ത് ഇറങ്ങിയപ്പോൾ യെരൂശലേം
പട്ടണം ഇന്ന് വരെ കാണാത്തൊരു ആരാധന ആ മാളിക മുറിക്കകത്ത് ഇറങ്ങി കേട്ടോ. അടുത്തൊരു ദൂതുണ്ട്. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇരിക്കാൻ ആര് റെഡിയാകുന്നുണ്ടോ? നിന്നെ ഉയർത്താമെന്ന് വാഗ്ദത്തമുണ്ടെങ്കിൽ, തലമുറകളെ മാനിക്കാമെന്ന് വാഗ്ദത്തമുണ്ടെങ്കിൽ, ശത്രുക്കൾ കാണുക നിന്റെ കുടുംബത്തെ നിനക്ക് വേണ്ടി മേശ ഒരുക്കാമെന്നൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ, ആ ദൂത് കേട്ട് പ്രാർത്ഥിക്കാൻ മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തീരുമാനമെടുത്തോ കേട്ടോ. നീ ഇരിക്കുന്ന മുറിക്കകത്ത്, നീ ആയിരിക്കുന്ന റൂമിനകത്ത് നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു അഭിഷേകമുണ്ട്. നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാത്മാവുണ്ട്. അതിന്റെ പേര് പരിശുദ്ധാത്മാവ്. അർത്ഥമാ ദൈവാത്മാവിന്റെ ശത്രുകുഞ്ഞെ നിന്റെ അകത്ത് വെളിപ്പെട്ട, നീ എവിടെയൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടോ, നീ എവിടെയൊക്കെ തോറ്റുപോയിട്ടുണ്ടോ, നീ എവിടെയൊക്കെ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ, അവരുടെ നടുവിൽ നിന്നെ പേരെടുത്ത് മാനിക്കുന്ന എന്റെ ദൈവത്തിന്റെ പദ്ധതികൾ അത് വേഗത്തിൽ വെളിപ്പെടുമെന്ന്. കരമടിക്കുവാണെങ്കിൽ ശരിക്ക് കരമടിച്ചൊന്ന് സ്വീകരിക്കുക ദൈവ ശബ്ദത്തെ. 10ാമത്തെ ദിവസം മാളിക മുറിക്കകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി. എന്താ പറഞ്ഞത്? എന്താ കേട്ടത്? അതാ മുറിക്കകത്ത് ഇറങ്ങി. രാത്രി ദൂതുണ്ട് കേട്ടോ. നീ കേട്ട വാക്തത്വം കാണാൻ പോവാ. ആരുണ്ട് രാമൻ പറയാൻ? ഞാനും നിങ്ങളും കേട്ട വാക്തത്വം ലിസി റെജി, അത് നീ കാണും. നീ വാക്തത്വം കാണും, നീ ആ പ്രവചനം കാണും. ഇരിക്കുന്നത് ദൈവശബ്ദം കേട്ടാണോ? ഇരിക്കുന്നത് ദൈവം പറഞ്ഞിട്ടാണോ? ഇരിക്കാൻ നീ റെഡിയാണെങ്കിൽ ഗ്യാരണ്ടി ദൈവമാ. ഒരു എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ പറയാം. ദേശം മൊത്തം ക്ഷാമമാ. എലിയാവേ ഇരിക്കാൻ പറഞ്ഞു. എവിടെയാ? കെരീത്തിൽ. സാരാഭാത്തിൽ ഒരുപാട് കെരീത്തുണ്ട്. അതിൻ്റെ അവിടെ ഒരുപാട് കെരീത്തുണ്ടെങ്കിലും ഒരിടത്ത് പോയി ആരിടിക്കുക? എലിയാവോ ഇരിക്കുക. ആരാ ഇരിക്കാൻ പറഞ്ഞ്? സ്വർഗത്തിൽ അപ്പനെ ഇരിക്കാൻ പറഞ്ഞു. ദൈവശബ്ദമാ കേട്ടത് ഇരിക്കാൻ. എലിയാവ് ഇരുന്നു കെരീത്തിനകത്ത്. ആ കെരീത്തിനകത്ത് ഭക്തനിരിക്കുമ്പോഴും ലോകമൊത്തം ക്ഷാമത്തിൽ കിടക്കുന്നു. ലോകമൊത്തം ക്ഷാമത്തിൽ കിടക്കുന്നു. പക്ഷേ ഏലിയാവ് ഇരിക്കുന്ന കെരീത്തില രാവിലെയും വൈകുന്നേരവും കാക്ക വരിക. എന്തിനാ? ഏലിയാവിന് വേണ്ട ആഹാരം കൊണ്ട്. എന്നാ മനസ്സിലായി? ദൈവശബ്ദം കേട്ടാണോ നീ ഇരിക്കുന്നത്? നീ ഇരിക്കുന്നിടത്ത് നിനക്ക് വേണ്ടത് കൊണ്ട് തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഞാനിങ്ങനെ പറയാം, എപ്പോഴും ഒരേ വിഷയം തന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അതെന്നാ പാസ അങ്ങനെ പറയാൻ കാര്യം? ഞാൻ പറയാം. ഒരു വിഷയം നീ ദൈവകരത്തിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വിഷയത്തിലുള്ള മറുപടി ദൈവം തരും. എപ്പോഴും നീ പറയേണ്ട കാര്യമില്ല. അതെന്നാ ഭാഷ പറഞ്ഞ? ഞാനിങ്ങനെ പറയാം. ജിസിയാൻഡിയുടെ അഡ്രസ്സ് എനിക്കറിയത്തില്ല. ആൻറ്റി എവിടെ നിന്നൊന്നും എനിക്കറിയത്തില്ല. ജിസിയാൻഡിയുടെ അഡ്രസ്സും ജിസിയാൻഡിയുടെ പിൻ നമ്പറും ഒക്കെ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പിൻകോഡൊക്കെ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ, ഞാൻ ആൻറ്റിക്ക് അതേ കൃത്യ അഡ്രസ്സിൽ അതേ പിൻകോഡിൽ അതേ പിൻകോഡിൽ ഒരു ലെറ്റർ അയച്ചാൽ അത് കൃത്യം അവിടെ ചെല്ലത്തില്ലേ? ചെല്ലുവോ ഇല്ലയോ? ചെല്ലും. അഡ്രസ്സ് കറക്റ്റ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ആ ലെറ്റർ കിട്ടിയിരിക്കും. ഞാൻ എന്താ ആഗ്രഹിച്ചോ അതവിടെ എന്ത് ചെയ്യും? കിട്ടും. ഇതുപോലെയുള്ളൂ. നാം പറയുന്ന വിഷയം കറക്റ്റ് ആണെങ്കിൽ കൊടുക്കേണ്ടവൻ്റെ കയ്യിലേക്ക് കൊടുക്കേണ്ട പോലെ കൊടുത്താൽ നീ പിന്നെ എപ്പോഴും തായേ 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 എന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യമൊന്നും ആരും മിണ്ടുന്നില്ല. സ്വതന്ത്രം. നമ്മുടെയൊക്കെ പ്രാർത്ഥന മൊത്തം ഇതാ, തായേ തായേ. ഞാൻ പറയാറുണ്ട്, ആ പദം നിർത്തിയിട്ട് കർത്താവേ തന്നതിനായ സ്തോത്രം, എന്തേരം നന്മ തന്നു നമുക്ക്. ഇന്നും തായേ തായെന്ന് കിട്ടിയാലും മതിയാകാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങളുടെ മാങ്ങാനംകാരുടെ കാര്യമാണ് പറയുന്നത്. എത്ര കിട്ടിയാലും തിരികെയല്ല. സ്തോത്രം പറഞ്ഞാൽ ഓടിപ്പോകരുത്, അവിടെ ഇരിക്കണം മര്യാദയ്ക്ക്. സ്തോത്രം. ഇന്നും നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്ത് ചെയ്യുക? കിട്ടണം കിട്ടണം കിട്ടണം. കിട്ടുന്നവർ എത്ര പേർ അങ്ങോട്ട് സ്തുതി പറയുന്നുണ്ട്? കർത്താവേ തന്നതിനായ സ്തോത്രം, നിർത്തിയതിനായ സ്തോത്രം, ആയുസ് തന്നതിനായ ആര് പ്രാർത്ഥിക്കും ഇങ്ങനെ? പക്ഷെ ഇന്നും ഇരിക്കുന്നത്
ആ ഒരു ലാഗിനകത്തിരിക്കുന്ന തായേ തായേ ദൂത് തായേ പ്രവചനം തായേ തായേ. സ്തോത്രം. എത്രയോ ദൂത് നിറവേറിക്കഴിഞ്ഞു, എത്രയോ നന്മ ദൈവം നമുക്ക് തന്നു കഴിഞ്ഞു. അതിനൊക്കെ ഓർത്ത് ആരെങ്കിലും സ്തോത്രം പറയാറുണ്ടോ? നിങ്ങളിപ്പോൾ പോലും മിണ്ടുന്നില്ല പറഞ്ഞിട്ട്. ആരൊരു സ്തോത്രം പോലും പറയുന്നില്ല. രക്തത്താജയം. കുഞ്ഞേത വചനം പറയാം, നന്ദിയുള്ളവരാകണം. ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരാകണം. കർത്താവിന് ആവശ്യം നമ്മുടെയൊക്കെ ആരാധനയും നന്ദിയൊക്കെയാണ്. അത് ദാവീദ് പറഞ്ഞത്, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ അവന് എന്തു പകരം കൊടുക്കും? ഒന്നോർത്ത് എന്തേറെ ഉപകാരം ചെയ്തു നമുക്കവൻ. നമ്മൾ അങ്ങോട്ടോ പ്രാർത്ഥിച്ചു, പള്ളിയിൽ പോയാൽ പള്ളിയിൽ പോയി, അന്യഭാഷ പറഞ്ഞാൽ പറഞ്ഞ്, കർത്താവ് കൊടുത്താൽ കൊടുത്തില്ലേ ഇല്ല, മറുതലിക്കുകയല്ലേ നമ്മളൊക്കെ ദൈവത്തോട്. എന്നിട്ടും കൂടെ ദൈവം നമ്മളെ മാനിക്കുന്നില്ലേ? പ്രാർത്ഥിക്കാഞ്ഞിട്ടും ദൈവം നമ്മളെ മാനിച്ചില്ലേ? പ്രാർത്ഥിക്കാഞ്ഞിട്ടും കൂടെ ദൈവം ഉത്തരം കൊണ്ടുവന്നില്ലേ? അപ്പൊ പ്രാർത്ഥിക്കുകയായിരുന്നെങ്കിലോ, ശരിക്കും അവന് കൊടുക്കുന്ന മഹത്വം കൊടുക്കുകയായിരുന്നെങ്കിലോ, ശരിക്കും അവൻ അറിയേണ്ട പോലെ അറിയുകയായിരുന്നെങ്കിലോ, എത്രത്തോളം ഇന്ന് രാത്രിയിൽ ഞാൻ വളരെ ആത്മാർത്ഥമായി കൈമാറാം. എന്തവൻ നിനക്ക് തന്നോ അതിനൊക്കെ നീ സ്തോത്രം പറഞ്ഞോണം. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വത്തിന് കൊടുത്തോണം. കർത്താവിന് കൊടുക്കേണ്ട മഹത്വത്തിന് കൊടുക്കുന്നെങ്കിൽ ഉറപ്പാകുഞ്ഞേ, നിന്റെ മുഖം വാടാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. ഏലിയാവ് ഇരിക്കുന്നത് കരീത്തില്ല, പക്ഷെ ദൈവശബ്ദം കേട്ടായിരിക്കുന്നേ. രാവിലെയും വൈകിട്ടും ഏലിയാവിന് വേണ്ട അപ്പം ഇറച്ചിയും കൊണ്ടാ കാക്ക ഏലിയാവിൻ്റെ അടുക്ക വരുന്നത്. എൻ്റെ ചോദ്യം ഇങ്ങനെയാ, നിങ്ങളെല്ലാവരും കാക്കയെ കണ്ടിട്ടുണ്ടല്ലേ? കാക്കയെ കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ കാക്കയെ കണ്ടിട്ടില്ല വാസേ. അങ്ങനെ ആരെങ്കിലും ഉണ്ട്? കൈ വെക്കാമോ? പൊക്കൽ നാണക്കേടാവും എനിക്കും നിങ്ങൾക്കും. സ്തോത്രം. എൻ്റെ ചോദ്യം ഇത്, നിങ്ങൾ ആൻസർ പറയണം. ഒരു കാക്കയുടെ വെയിറ്റ് എത്രയുണ്ട്? ഒരു കാക്ക എത്ര കിലോ ഉണ്ട്? നിങ്ങൾ കാക്കേനെ കണ്ടിട്ടില്ല, കാക്കയുടെ തൂക്കം കണ്ടിട്ടില്ല. സ്തോത്രം. ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ, തെറ്റാളുടെ കുഴപ്പമില്ല, ഞാൻ ക്ഷമിച്ചേക്കാം. പറ, എനിക്കടുത്ത് സമയം പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു കാക്ക എത്ര കിലോ കാണും? ലിസി ആൻറ്റി എത്ര? അര കിലോ കഷ്ടി. കറക്റ്റാ. ഏകദേശം 400 ഗ്രാം അടുത്ത് ഒരു കാക്ക. അര കിലോ തന്നെ കൂട്ടിക്കും, അത്യാവശ്യം മുടുത്ത കാക്കയാണെന്ന് വിചാരിച്ചു. മാക്സിമം ഒരു കാക്കയുടെ വെയിറ്റ് 1/2 കിലോയാണ്. പക്ഷേ കാക്ക കൊണ്ടുവരുന്ന അപ്പം ഇറച്ചിയും അതിനെക്കാട്ടിലും വെയിറ്റാ. ഒരാമയും പറയാമോ നിങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ? ഏലിയാവെന്ന് പറയുന്ന ഒരു ആചാരമാഹുവായ മനുഷ്യന് കഴിക്കേണ്ട ഫുഡ് കാക്കയുടെ വെയിറ്റിനെക്കാട്ടിലും കൂടുതലാണ്. നിങ്ങൾക്ക് എന്നാ മനസ്സിലായി? ദൈവം ഇതുപോലെയാ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നേ. അർത്ഥം, നിന്റെ ചിന്തകൾക്കും അപ്പുറത്തായിട്ട്, നിങ്ങളുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്തായിട്ട്, നിങ്ങൾ കരുതുന്നതിനെക്കാട്ടിലും അപ്പുറത്തായിട്ട്, നിങ്ങൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും അപ്പുറത്തായിട്ട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കരുതാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്നും അതിനുള്ള തെളിവാ ഏലിയാവിൻ്റെ കാക്ക. അർത്ഥം, ഒരു സാധ്യതയില്ല. എൻ്റെ ചോദ്യം ഇങ്ങനെയാ, ദേശം മൊത്തം ക്ഷാമമല്ലേ? സകല പക്ഷികളും ആഹാരം കിട്ടാതെ ചത്തൊടുങ്ങുന്ന സമയമാ അല്ലേ? ഇനി എൻ്റെ ചോദ്യം, കാക്കയുടെ സ്വഭാവം എന്താ? കാക്കയ്ക്ക് എന്ത് കിട്ടിയാലും കാക്ക ആദ്യം അതെന്ത് ചെയ്യും? ആഹാരമാക്കി മാറ്റും. ഇല്ലേ? നിങ്ങൾ ആരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. പക്ഷെ ഏലിയാവിന് വേണ്ടി ദൈവം കണ്ട കാക്കയുടെ പ്രത്യേകത, ഈ അപ്പം ഇറച്ചിയും കാക്കയുടെ കൈ ദൈവം കൊടുത്തെങ്കിലും ഈ അപ്പം കഴിക്കാൻ വാ തുറക്കാൻ ദൈവം അനുവദിച്ചില്ല. ആരുടെ വാ? കാക്കയുടെ വാ തുറക്കാൻ ദൈവം എന്ത് ചെയ്തില്ല? അനുവദിച്ചില്ല. ഞാൻ ഇങ്ങനെ പറയാം, ലിസി ആൻറ്റി, ലിസി റെജി, ദൈവം ചിലതിനെ
നിനക്ക് വേണ്ടി ഉപവസിപ്പിക്കും. എന്താണെന്നറിയുമോ? ഏലിയാവ് നിനക്ക് വേണ്ട ഫുഡുമായിട്ട് ഒരു കാക്ക ദൈവം കണ്ടപ്പം തമ്പുരാൻ പറഞ്ഞു, കാക്ക നീ ഇന്ന് ഫാസ്റ്റിംഗ് ഇരിക്കണം, കാരണം ഈ ഫുഡ് നിനക്കുള്ളതല്ല, എൻ്റെ ഭക്തനുള്ളതാ. അർത്ഥം നിനക്ക് വേണ്ടി നീ പോലും അറിയാത്ത പലതിനെയും വേണമെങ്കിൽ ഉപവസിപ്പിക്കാനും ദൈവത്തിന് കഴിയുമെന്ന്. മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ പോലും അറിയാത്തവർ നമുക്ക് വേണ്ടി ഫാസ്റ്റിംഗ് ഇരിക്കും. എന്തിനാ? നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. രാമൻ പറഞ്ഞു രാത്രിയിൽ അത് സംഭവിക്കാൻ പോവാം. നീ ചിന്തിക്കാത്ത പലരും നിനക്ക് വേണ്ടി മുടങ്കാൽ മടക്കും. എന്തിനാ? നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്. നീ പ്രതീക്ഷിക്കാത്ത പലരും നിനക്ക് വേണ്ടി മുട്ടുമടക്കും. എന്തിനാ? നിന്റെ കണ്ണുനീര് മാറ്റാൻ വേണ്ടിയിട്ട്. ഇതാ ദൈവത്തിന്റെ കരുതൽ, ഇതാ കർത്താവിന്റെ പദ്ധതി. ഞാൻ വേഗത്തിൽ മടങ്ങി വരാം. വായിച്ച വേദവാക്യം, യെരൂശലേമെന്ന് വാങ്ങിപ്പോകരുത്, എൻ്റെ പിതാവിനോട് കേട്ട അവൻ്റെ സകല വാഗ്ദത്തത്തിനായിട്ടും കാത്തിരിക്കുക. കണ്ടു, യെരൂശലേം പട്ടണത്തിനകത്ത് ഒരു കൂട്ടം, ഒരു തലമുറ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പം വേറൊരു കൂട്ടം ഒഴുക്കിന് വിപരീതമായി കയറുക. എന്തിനാ? ഞങ്ങൾ ആള് വേറെയാ, ഞങ്ങളെ കിടക്കുന്ന വിളി വേറെയാ, ഞങ്ങളോട് വാഗ്ദത്തം പറഞ്ഞവൻ സാധാരണക്കാരനല്ല. യേശു പറഞ്ഞത് അർത്ഥം, എന്നെ നിന്ദിച്ചെടുത്ത്, എൻ്റെ അവസാനം കണ്ടെടുത്ത്, എൻ്റെ പരാജയം ആസ്വദിച്ചെടുത്ത് ഇതുവരെ കാണാത്ത പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആ മാളിക മുറിക്കകത്തിറങ്ങി. യേശു പറഞ്ഞ വാക്കിങ്ങനെയാണ്, നിങ്ങൾ വാങ്ങിപ്പോകരുത്. എന്തിനാ? എൻ്റെ പിതാവിനോട് കേട്ട അവൻ്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. പ്രിയരെ, ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന് ദൈവം ഗ്യാരണ്ടിയാ. ഒരിക്കൽ ഹന്ന പ്രാർത്ഥിക്കുക, വേദനയോടെ പ്രാർത്ഥിക്കുന്നേ, വേദനയോടെ കരയുന്നേ, ചങ്ക് പൊട്ടിയ ആലയത്തിൽ നിന്ന് കയറിയത്. പക്ഷേ സാഹചര്യത്താൽ പുരോഹിതന് ഹന്നയുടെ വിഷമം അല്ലെങ്കിൽ തൻ്റെ ഭാരം മനസ്സിലായില്ല. എങ്കിലും ഹന്നയുടെ കണ്ണുനീരിനെ ദൈവം കണ്ടു കേട്ടോ. കരയുന്ന ഹന്നയുടെ തലയെ തമ്പര ഉയർത്തി ഒരു ശമൂവേലിനെ ദൈവം കൊടുക്കുക. പക്ഷെ ഒരു വാഗ്ദത്തം ഉണ്ട് ഹന്നയോട്. ഏലി പറഞ്ഞ വാഗ്ദത്തമാ, അടുത്ത വർഷം ഹന്നെ നിന്റെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ഉണ്ടാകും. എന്നെ കേൾക്കുന്ന പ്രിയരെ, സാധ്യതകളല്ല, സാധ്യതകളൊക്കെ പറയും നടക്കത്തില്ല, അല്ലെങ്കിൽ അസാധ്യതകളാ, ഒന്നും കാണാൻ പോകുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയും, നീ നന്മ കാണുകയില്ല എന്ന് പറഞ്ഞ മണ്ണില നീ വാഗ്ദത്തം കാണാൻ പോകുന്നത്. ഇന്ന് രാത്രിയിൽ ഞാൻ വളരെ വേഗത്തിൽ എൻ്റെ വാക്കിന് അവസാനം ഇടും. പക്ഷെ വാക്ക് ഞാൻ പറയാം, ചോദിച്ചിടമായി നിന്നിടത്ത്, ഒരു പരിഹാസമായി നീ മാറിയിടത്ത്, ഇതിനെ ഒറ്റപ്പെടുത്തിയെടുത്ത്, തള്ളിക്കളഞ്ഞെടുത്ത്, അപഖ്യാതിക പറഞ്ഞ് പരത്തിയെടുത്ത് നിന്നെ മാനിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും എന്ന് പറഞ്ഞാൽ എത്ര പേർ ഉറക്കെ രാമേ പറയും? രാത്രിയിൽ സംഖ്യാപുസ്തകം 17-5 വാക്യത്തിൽ വാക്യം കിടപ്പുണ്ട്. അതിങ്ങനെയാ, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നവൻ്റെ വടി തളർക്കും. സ്തോത്രം. ഞാനിങ്ങനെ പറയാം, എല്ലാ വടിയും തളർക്കുകയല്ല കേട്ടോ, എല്ലാം തളർക്കുകയല്ല. സെലക്ഷൻ ഉണ്ടോ? തളർക്കും. തിരഞ്ഞെടുത്തിട്ടുണ്ടോ? നിന്റെ വടിയാ തളർക്കുന്നത്, നിന്റെ വടിയാ തളർക്കുക. ഇന്ന് രാത്രി ഞാൻ പറയാം, നീ തളർക്കാൻ പോവാ. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നീ കാണാൻ പോവാ. എന്താ പാസ് ഈ ഒരു വാക്യം മാത്രം പറയാൻ കാരണം? നമുക്കറിയാം, ലേവി എന്ന് എഴുതിയിരിക്കുന്ന വടിയാ തളർത്തത്. അഹരോൻ എന്നെഴുതിയ വടിയാ തളർത്തത്. അതേത് ഗോത്രവാ? ലേവി ഗോത്രവാ. എന്താ ലേവി ഗോത്രത്തിന്റെ പ്രത്യേകത എന്താ? ഞാനിങ്ങനെ പറയാം, പിതാവിൻ്റെ ശാപം ഏറ്റ ഗോത്രമാ ലേവി ഗോത്രം. അപ്പൻ ശപിച്ച ഗോത്രമാ ലേവി ഗോത്രം. അപ്പന്റെ ശാപം ഏറ്റ ഗോത്രമാ ലേവി ഗോത്രം. സ്തോത്രം. പിതാവിന്റെ ശാപം കിടക്കുന്നിടത്തോളം കാലം ഒരു പരിധിക്കപ്പുറത്തോട്ട് ഉയരാൻ കഴിയത്തില്ലാത്ത സാഹചര്യങ്ങൾ. എന്നാൽ കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പം
സർവശക്തനായിരിക്കുന്ന ദൈവം മോശയ്ക്ക് ന്യായപ്രമാണം കൊടുക്കുന്ന സമയത്ത് ആലയത്തിൻ്റെ അകത്ത് യാഗം കഴിക്കാൻ സർവശക്തനായ ദൈവം തിരഞ്ഞെടുത്ത ഗോത്രമാണ് ലേവി. ഒരാമേൻ പറയാമെന്ന് രാത്രിയിൽ. വർഷങ്ങൾക്ക് പിറകെ പിതാവിൻ്റെ ശാപം കിടന്ന തലമുറ, വർഷങ്ങൾക്ക് മുമ്പ് പിതാവ് ശപിച്ച ഒരു കൂട്ടം, വർഷങ്ങൾക്ക് മുമ്പ് അപ്പന്റെ ശാപം തലമേൽ കയറ്റിയ ഒരു കൂട്ടം. എന്നാൽ കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പം തമ്പുരാൻ പറഞ്ഞു, ഇനി ലേവി ഗോത്രമില്ലാതെ ആലയത്തിനകത്ത് യാഗം നടക്കത്തില്ല. ലേവി വരാതെ ദൈവം പ്രസാദിക്കുന്ന ചരിത്രമില്ല. നിങ്ങൾക്ക് എന്താ മനസ്സിലായത് കുഞ്ഞെ? ഒരു ദൂത് ഞാൻ പറയട്ടെ. നിന്നെ നിന്ദിച്ചെടുത്ത്, നിന്നെ പരിഹാസ വിഷയമാക്കി മാറ്റിയെടുത്ത്, നിന്നെ ഒറ്റപ്പെടുത്തിയെടുത്ത്, നിന്നെ തള്ളിക്കളഞ്ഞെടുത്ത് തമ്പുരാൻ പറയാൻ പോവാ, ഇനി നീ വരാതെ, നിങ്ങൾക്കൊന്നും പിടികിട്ടുന്നില്ല കേട്ടോ, ഇനി നീ വരാതെ, ഇനി നിന്നെ കൂടാതെ ഇനി എൻ്റെ പുരയ്ക്കകത്തൊന്നും സംഭവിക്കത്തില്ല. നീ വന്ന് പ്രസംഗിക്കാതെ ആ വിഷയത്തിനകത്ത് മറുപടി ഉണ്ടാകത്തില്ല. നീ എൻ്റെ വീടിനകത്ത് വന്ന് കാലുകുത്താതെ ആ വിഷയത്തിനകത്ത് ഒരു മറുപടി കാണാൻ പറ്റുകയില്ല. നീ വരാതെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകത്തില്ല. നീ വരാതെ ആ വിഷയത്തിനകത്ത് ഒരു അത്ഭുതം നടക്കത്തില്ല. അർത്ഥം തള്ളിക്കളഞ്ഞെടുത്ത് അപ്പന്റെ ശാപം കിടക്കുന്ന മണ്ണിൽ തമ്പുരാൻ പ്രവചിച്ചു പറയുക, ഇനി നിന്നെ കൂടാതെ, നീ വരാതെ കൊണ്ട് ഒന്നും സംഭവിക്കത്തില്ലെന്ന്. അതെ 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 അതുപോലെ കർത്താവ് ഇടപെടുകയാ. നീ വരാതെ ഒന്ന് ആത്മാവ് പ്രാപിക്കാമെങ്കിൽ പ്രാപിച്ചു. എനിക്കറിയത്തില്ല കേട്ടോ, ഏതൊക്കെ കൂടാരത്തിനകത്ത്, ഏതൊക്കെ ദൈവദാസിമാരുടെ മേൽ, ഏതൊക്കെയോ അഭിഷിക്തന്മാരുടെ മേൽ ആ ദൈവിക കരം വെളിപ്പെടുകയാണ്. നീ അവസാനിച്ചു, നിന്നെ ഒന്നിനും കൊള്ളത്തില്ലടി എന്ന് പറഞ്ഞെടുത്ത് നീ വരാതെ കൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകത്തില്ല. നീ വരാതെ ആ വിഷയത്തിനകത്ത് മറുപടി കാണുകയല്ല. നീ വരാതെ എനിക്ക് ആ വിഷയത്തിനകത്ത് നീക്കുമോ ഉണ്ടാകത്തില്ല എന്ന് പറയുന്നത് പോലെ നിന്നെ മാനിക്കുന്ന ദൈവത്തിന്റെ പദ്ധതികൾ അത് വേഗത്തിൽ വെളിപ്പെടും. അർത്ഥമാനഘടക ശന്തൽപ്രഭാനകർത്തനാഥന യേശുവിൻ നാമത്തിൽ പ്രാപിക്കാമെങ്കിൽ പ്രാപിച്ചു. ലോകം പറഞ്ഞു നീ ഒരിക്കലും തലവെക്കുകയല്ല. ലോകം പറഞ്ഞു നീ ഒരു പരിധിക്കപ്പുറത്തോട്ട് നന്മ കാണാൻ പോകുന്നില്ല. ലോകം പറഞ്ഞു നീ ശപിക്കപ്പെട്ടവനാ. ലോകം പറഞ്ഞു നീ ശാപത്തിനകത്ത് കിടക്കുന്നവനാ. എന്നാ സ്വർഗം പിന്നീട് പറയുക, മോനെ എന്നും നീ ആ ശാപത്തിന്റെ പേര് പറഞ്ഞ് ആ മുറിക്കകത്ത് ഒതുങ്ങത്തില്ല. എന്ന് നീ ആ ശാപത്തിന്റെ പേര് പറഞ്ഞ് ആ ജോലിക്കകത്ത് ഒതുങ്ങത്തില്ല. എന്ന് നീ ആ ശാപത്തിന്റെ പേര് പറഞ്ഞ് ഒന്നിന്റെ തലമുറ ആ മണ്ണ് കുടുങ്ങിപ്പോകത്തില്ല. എന്നോ ആ ശാപത്തിന്റെ പേര് പറഞ്ഞ് ഒന്നിന്റെ തലമുറ ആ രാജ്യത്ത് കുടുങ്ങിപ്പോകത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ആ വചനം പറയുന്നു, തള്ളിക്കളഞ്ഞെടുത്ത് ഇന്ന് ലേവി വരാതെ, ലേവി ഗോത്രം വരാതെ ദൈവമകത്ത് ഇറങ്ങത്തില്ല. ലേവി വരാതെ ആലയത്തിനകത്ത് യാഗം നടക്കത്തില്ല. ലേവി വരാതെ ആലയത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങത്തില്ല. ലേവി വരാതെ അതേ പെട്ടകം ചലിക്കത്തില്ല. തൊടുക ഏതൊക്കെയോ ഫാമിലിക്കകത്ത്, ഏതൊക്കെയോ വ്യക്തിത്വത്തിനകത്ത് ആ ദൈവശക്തി വ്യാപരിക്കുകയാണ്. ആർക്കുമില്ലാത്ത വേദനകൾ, ആർക്കുമില്ലാത്ത അവഗണനകൾ, ആർക്കുമില്ലാത്ത പോരാട്ടങ്ങൾ, ആർക്കുമില്ലാത്ത നിന്ദകൾ നിനക്കുണ്ടെങ്കിൽ ഓർക്കുക, നീ വരാതെ നിന്നെ കൂടാതെ ഇനി ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. ആ നിലവാരത്തിൽ ദൈവത്തിന്റെ കരം വെളിപ്പെടും. ഉടമന ഹദര ജഗൽക്കനാദന അർത്ഥവേദ പ്രബന്ധനം ജാനകന്ധരാധന വൈഡപ്രബന്ധനം ദീപാരകൽക്കനെ അർത്ഥമാന ഘടകം തന്നെ ഒന്ന് ആത്മാവെ പ്രാപിക്കാമെങ്കിൽ പ്രാപിച്ചു. ഒരു ഭയങ്കരമായ ദൈവമകത്വം നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടുന്നു. നീ അത്ഭുതം കാണാൻ തുടങ്ങുകയാണ്. അത്ഭുതം കാണുക, അടയാളങ്ങൾ നീ കാണുകയാണ്. നിന്നെ നോക്കി നിൽക്കുന്നത് പോലെ നീ വരാതെ, നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാതെ, നീ പ്രാർത്ഥിക്കാതെ എനിക്ക് ആ രോഗം മാറുകയല്ല, നീ പ്രവചിക്കാതെ എന്റെ വിഷയത്തിനകത്തൊരു നീക്കുപോക്കുണ്ടാകത്തില്ല. കളിയാക്കിയ പുള്ളികളുണ്ടെങ്കിൽ ഇന്ന് നീ പ്രാർത്ഥിച്ചോ കേട്ടോ. നിന്നെ വിളിക്കാൻ പോവാ. നിന്റെ കൃപ ശരിയല്ല, അഭിഷേകം ശരിയല്ല, നിന്നെ ഒന്നിന് കൊള്ളുകയില്ല എന്ന് പറഞ്ഞവരുടെ നടുവിൽ നിന്നെ അത്ഭുതമാക്കി മാറ്റുന്ന ദൈവപ്രവർത്തികൾ അതേ വേഗത്തിൽ വെളിപ്പെടും.
സ്തോത്രം. ലേവി ഗോത്രത്തിന്റെ വടി ആലയത്ത് കൊണ്ട് വെക്കുമ്പോൾ മോശ പറഞ്ഞു, ലേവി എഴുതരുത്, അഹരോൻ എഴുതണം. സ്തോത്രം. കുഞ്ഞെ, ഒരു കാലത്ത് നിന്റെ പേര് പോലും പറയാൻ അറച്ചവരുണ്ടായിരിക്കും. ഒരു കാലത്ത് നിനക്ക് പേര് തരാൻ അറച്ചവരുണ്ടായിരിക്കും. നിന്നോട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് കാണിച്ചവരുണ്ടായിരിക്കും. പക്ഷേ തമ്പുരാൻ കണക്കിടും കേട്ടോ. അവൻ ചോദിക്കും. ലേവി, എന്താ നിന്റെ ശാപം? സ്വന്തം അപ്പന്റെ ശാപം വാസേ. എന്നെ ശപിച്ചിരുന്ന നാട്ടുകാരുള്ള സ്വന്തം അപ്പനെന്നെ ശപിച്ചേ. എങ്ങനെ താങ്ങും? എങ്ങനെ സഹിക്കും? ഈ ശാപം മാറുകയില്ല. കാരണം തലമുറയായി ആ ശാപം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നാൽ തമ്പുരാൻ പറയും, ഇല്ല മോനെ, ഈ ശാപം അധിക നാളൊന്നും നിലനിൽക്കത്തില്ല. വചനം പറയുക, ലേവി ഗോത്രം വരാതെ ആലയം ചലിക്കത്തില്ല. ലേവി പുരോഹിതന്മാർ വരാതെ ആലയത്തിനകത്ത് വിളക്ക് കത്തുകയില്ല. ലേവി ഗോത്രം വരാതെ പെട്ടകം ചലിക്കത്തില്ല. കുഞ്ഞെ, കളിക്കല്ല് കേട്ടോ, കർത്താവിനോട് കളിക്കല്ല്. ഇത് പെട്ടകമാ, തീക്കളിയത്. ആരെ ചുമ്മാ വല്ലതൊക്കെ പറയല്ലേ കേട്ടോ. പാസ്റ്റർമാർ ചുമ്മാ അതൊന്നും പറയല്ലേ പ്ലീസ്. എൻ്റെ തലമുറ ഗതി പിടിക്കുകയല്ല. പാസ്റ്റ കളിയാക്കല്ലേ, ലുക്കൊന്നും കാണുകയല്ല, പക്ഷെ തമ്പുരാൻ വിടുകയല്ല. അഭിഷേകം ചുമക്കുന്ന നേരെ കൈ ചൂണ്ടരുത്. ചുമ്മാ പോലൊരു വാക്ക് അവരെ പറയല്ലേ. തലമുറയ്ക്കാ ദോഷം. ലേവി ഗോത്രത്തിന് യാതൊരു ചാൻസും ഇല്ല. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, ലേവി വരാതെ ഇനി ആലയത്തിനകത്ത് മഹത്വം ഇറങ്ങത്തില്ല. എനിക്ക് ആ ഭാഗം തൊടുമ്പോൾ ഭയങ്കര ഭാരം അകത്തുണ്ട്. കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് നമ്മളൊക്കെ എന്തൊക്കെ കേൾക്കണം അല്ലേ പാസ്റ്റേ? ശരിയും പാസ്റ്റേ, എന്തെല്ലാം കേൾക്കണം. കുത്തിയിരുന്ന് എത്ര പ്രാർത്ഥിച്ചാലും ഒരു പ്രാവശ്യം ഫോൺ എടുത്തില്ലെങ്കിൽ ഇല്ലാത്ത പരാതിയൊന്നുമില്ല. പാസ്റ്റർക്ക് ഇപ്പോൾ ഞങ്ങൾ സ്നേഹമില്ല, ഞങ്ങളെ വേണ്ട, പുതിയത് മതി, പഴയതിനെ വേണ്ട. നോ, കമന്റ് പറയല്ലേ. കുഞ്ഞഭിഷേകന്മാരുള്ളിൽ മനസ്സുണ്ട്. ഞങ്ങളും മനുഷ്യരാ. ലേവി ഗോത്രം പറയും, ഇനി ഒരു ചാൻസ് ഇല്ല കയറി വരാൻ. പക്ഷെ തമ്പുരാൻ പറയും, നീ വരാതെ ഞാൻ ഇറങ്ങത്തില്ല. ഇത് നമ്മുടെ കർത്താവ്. അവൻ ആർക്കും കടക്കാരനല്ല. വചനം പറയേ, ലേവി വരാതെ, എൻ്റെ മക്കള് വരാതെ ഞാനിനി ഇറങ്ങി വരത്തില്ല ആലയത്തിനകത്ത്. എത്ര പ്രഗത്ഭന്മാർ നിന്നാലും ലേവി ഗോത്രം വരാതെ പെട്ടകം ചലിക്കത്തില്ല. ലേവി ഗോത്രം വരാതെ ആലയത്തിനകത്തൊന്നും നടക്കത്തില്ല. ഇതാ ദൈവം, ഇതാണ് ദൈവം. ഇതാ നമ്മുടെ ദൈവം കേട്ടോ. നിന്ദിച്ചിട്ടുണ്ടോ? പരിഹാസമുണ്ടോ? നാളെ നീ വരാതെ ഒന്നും നടക്കുകയില്ല. ആ രീതി കാര്യങ്ങൾ മാറാൻ പോവാ. നിന്റെ അഭിഷേകം ശരിയല്ല, കൃപ ശരിയല്ല, പ്രവചനം ശരിയല്ല. നാളെ നീ പ്രവചിക്കാതെ ആ കുടുംബം രക്ഷപ്പെടുകയില്ല. ഇതാ ദൈവം. നാളെ നിന്നെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കാതെ ആ മക്കൾ വിദേശത്ത് പോകത്തില്ല. അതാ ദൈവം. നീ ആ വീട്ടിൽ കാലുകുത്താതെ ആ വീടിന്റെ കെട്ടുപൊട്ടുകയില്ല. അതാ ദൈവം. ഇന്ന് രാത്രിയിൽ സമയം അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ വേഗത്തിൽ പറയാം, വിളിച്ചവൻ വിശ്വസ്തനാ. പെന്തക്കോസ്ത് നാളില 120 പേര് കയറുക, ഒഴുക്കിനെതിരെ കയറുക. പ്രിയരെ,
പ്രതികൂലത്തിന് നേരെ നിൽക്കുന്നവൻ യഥാർത്ഥ വിശ്വാസി കേട്ടോ. കാലത്തിനൊത്ത് കോലം കിട്ടുന്ന വിശ്വാസിയൊന്നുമല്ല. കാലം എങ്ങനെ പോയാലും വിശ്വാസം നിനക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. നിനക്ക് നിൻ്റെതായ ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. ദൈവം നിന്നെ മാനിക്കും. കൂട്ടത്തിൽ പാട്ട് വെള്ളത്തിൽ പൂട്ടും പോലെ ആകരുതേ. വിളിച്ചവൻ വിശ്വസ്തന. മനുഷ്യന്റെ വാക്ക് നീ കേൾക്കാതെ ദൈവശബ്ദത മാത്രം നീ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നെങ്കിൽ നിന്റെ കരച്ചിൽ എവിടെ വീണിട്ടുണ്ടോ, എവിടെ കണത് വീണിട്ടുണ്ടോ, അവിടെ തന്നെ നിന്നെ മാനിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെട്ടിരിക്കും. ഇന്ന് രാത്രിയിൽ എല്ലാ കണ്ണുകളും ഒന്നടച്ച് നമ്മെ തന്നെ ഒന്ന് ആ ദൈവകരത്തിലേക്കൊന്ന് സമർപ്പിച്ചാട്ടെ. യെരൂശലേമിൽ നിന്ന് നിങ്ങൾ വാങ്ങിപ്പോകാതെ എൻ്റെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. പാസ്റ്റർ സിജിൻ അഭിഷിക്തനോട് പരിശുദ്ധാത്മാവ് അതുപോലെ പറയുന്നു. യോർദാൻ്റെ വെള്ളത്തിനകത്തൂടെ യേശു കർത്താവ് ഇറങ്ങി. ലൂക്കോസ് 4:1 അവൻ തിരിച്ചു കയറിയത് ആത്മാവ് നിറഞ്ഞ. യോർദാനിലേക്ക് ഇതുവരെ ആരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അവരാരും നിറഞ്ഞ് തിരിച്ചു കയറി വന്നിട്ടില്ല. അതല്ല, യേശു ഇറങ്ങിയതുപോലെയല്ല ആ യോർദാനിൽ കയറിയത്, ആത്മാവിൻ്റെ നിറവ് പ്രാപിച്ച. രാത്രി അഭിഷിക്തനെ പലർക്കും നിൽക്കാൻ പറ്റാത്ത മേഖലയ്ക്കകത്ത നിന്നെ കൊണ്ട് ഇന്ന് ദൈവാത്മാവ് നിർത്തിയിരിക്കുന്നത്. പലരും പരാജയപ്പെട്ടിടത്താ നിന്നെ കൊണ്ട് ഇന്ന് പരിശുദ്ധാത്മ ഉറപ്പിച്ചിരിക്കുന്നത്. നിൽക്കാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞവരുടെ നടുവിൽ ആ യോർദാൻ്റെ വെള്ളത്തിനകത്ത് യേശു നിറവോടെ കയറി വന്നെങ്കിൽ ഒരു ഭാഗത്ത് ഇസ്രാമൊക്കെ പറയും, യോർദാൻ ഞങ്ങൾക്ക് മരണമാണ്, യോർദാൻ ഞങ്ങൾക്ക് കരകവിയുന്ന അനുഭവമാണ്, യോർദാൻ ഞങ്ങൾക്ക് അടിയൊടുക്കാണ്, യോർദാൻ ഞങ്ങൾക്ക് തടസ്സമാണ്. പക്ഷേ പുതുനിയമത്തിലെ ഉലകനായകൻ പറയും, യോർദാൻ എൻ്റെ അവസാനമല്ല, യോർദാൻ എൻ്റെ ആരംഭമാണ്. അതേ കർത്താവിൻ്റെ ദാസനെ, ഒരു പുതിയ ആരംഭം ശവക്കുഴിക്കകത്ത് നിന്ന് നിന്നെ വലിച്ചെടുത്തതുപോലെ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് പൈശാചിക മേഖല ആനന്ദത്തോടെ നിന്ന സാഹചര്യത്തിനകത്ത്, നിന്റെ ഭവനത്തിനകത്ത് വിലാപത്തിൻ്റെ പാട്ട് കേൾക്കേണ്ട എത്രയോ സാഹചര്യങ്ങൾ നിനക്കെതിരെ കയറി ഇറങ്ങി വന്നിട്ടും കൂടെ അഭിഷേകത്തിന് നിന്നെ ഇത്രത്തോളം ജീവനോടെ നിർത്തി നിന്നെ മാനിച്ചത് ദൈവത്തിൻ്റെ കരുതലും കർത്താവിൻ്റെ പദ്ധതിയുമാണെന്നും നീ മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു. 2026 5-6 മാസവുമായി ബന്ധപ്പെട്ട് ചില അവകാശത്തിനകത്തോട്ട് നാളുകളെ നീ പ്രാർത്ഥിച്ചും നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന ചില നന്മയ്ക്കകത്തോട്ട് നിന്നെ കൊണ്ടുവന്ന് കാൽ ചവിട്ടിപ്പിക്കുന്ന ദൈവപ്രവൃത്തി വ്യക്തമായി വെളിപ്പെടുമെന്ന് ദൈവാത്മാവിനോട് ഇന്ന് രാത്രിയിൽ ആലോചന പറയുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു, കർത്താവിൻ്റെ കരുതലും കർത്താവിൻ്റെ കരവും നിനക്ക് അനുകൂലമായി വെളിപ്പെടും. ഹാഷ്മി, കർത്താവ് പറയുന്നു, നിന്റെ ജീവിതത്തിനകത്ത് ലാസർ നാറ്റം വെച്ചു. ലോകം പറഞ്ഞു, ഗുരു അങ്ങോട്ട് നീ പോകണ്ട, നിന്നെ അവർ കല്ലെറിഞ്ഞു കൊല്ലും. എന്നാൽ യേശു പറയും, എന്നെ കൊല്ലാൻ ഒരു കൂട്ടം ആൾക്കാർ നോക്കി നിൽക്കുമ്പോഴാ എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി എനിക്ക് വെളിപ്പെടുത്തേണ്ടത്. അതേ ആഷ്മി, ചില ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട്, അടുത്ത സ്റ്റെപ്പ് നീ എന്ത് ചെയ്യും, അടുത്ത നീ എങ്ങനെ ആയിത്തീരും, എന്തു സംഭവിക്കും എന്ന് നോക്കി നിൽക്കുന്നവരുടെ നടുവിൽ നാറ്റം വെച്ചു എന്ന് പറഞ്ഞ ലാസറിന്റെ ജീവിതത്തിനകത്ത് യേശു ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ലാസറേ പുറത്തു വരിക. ഒറ്റ വാക്ക്, പുറത്തു വരിക. വചനം പറയുന്നു, മരിച്ചവൻ പുറത്തു വന്നു. ഹാഷ്മി, ചില വാക്തത്വങ്ങൾ പുറത്തു വരാൻ പോവാ, ചില വാക്തത്വങ്ങൾ പുറത്തു വരാൻ പോവാ, ചില പ്രവചനങ്ങൾ വെളിച്ചം കാണാൻ പോവാ. നീ കേട്ട ചില പ്രവചന ശബ്ദങ്ങൾ ഇനി ഇരുട്ട് കാണുകയല്ല, അത് വെളിച്ചം കാണും. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരടയാളം നിന്റെ കണ്ണ് തുറന്ന് നീ കാണുമെന്ന് പരിശുദ്ധാത്മാവിനോട് രാത്രിയിൽ പ്രവചിച്ചു പറയുന്നു.
ഒരു നിമിഷം എല്ലാ കണ്ണുകളും ഒന്നടച്ചാട്ടെ. നമ്മെ തന്നെ